السلام عليكم. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനൊരൽപ്പൊഴി യൂണിറ്റ് 55 നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മാഷാ അല്ലാഹ്, ഇതിനകം നാം ഖുർആനിലെ 70% പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഇതൊരു അപാരമായ അനുഗ്രഹം തന്നെയാണ്. 55 ക്ലാസ്സുകൾ, അതിനിടയ്ക്ക് പ്രിലിമിനറി 1, 2, ബേസിക്, സിൽവർ 4 പരീക്ഷകൾ. 4 പരീക്ഷകൾക്ക് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻ 4 ക്ലാസ്സുകൾ. അപ്പോൾ 52 4 56 4 60 ആഴ്ച, 60-ലധികം ആഴ്ചകൾ നമ്മൾ കഴിഞ്ഞുപോയി. 52 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു വർഷം. തീർച്ചയായും നിരന്തരം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, കൃത്യമായി ഇത് ഫോളോ ചെയ്യുക എന്ന് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളോടൊപ്പം എനിക്ക് തോന്നുന്നത് 100-ലധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 100ഓളം പേര് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലെത്ര പേരാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൗഫീക്കിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തഹജ്ജുദ് വേളയിൽ നമ്മൾ ഫജ്ർ നമസ്കാരത്തിന്, ആ നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും എഴുന്നേക്കണം. എന്ത് തന്നെ ആയിരുന്നാലും, എന്ത് വൈതരണയായിരുന്നാലും ആ സമയത്തിന് മുമ്പ്, ഫജ്ർ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയും ഒരല്പസമയമെങ്കിലും പ്രാർത്ഥനയിൽ നമ്മൾ നിരതമാവുകയും ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ഖുർആൻ മനസ്സിലാകുന്നുണ്ട്. ലോകത്തെ വളരെ ന്യൂനപക്ഷം പേരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം നമുക്കറിയാം, അറബികൾ തന്നെയും ഖുർആനെ ആ തലത്തിലേക്ക് പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ആദിയാത്തിൻ്റെ അർത്ഥം, സൂറത്ത് ഹുമസയിലെ അർത്ഥം, യസ്സമാൻ ഷക്കത്ത്, യസ്സമാൻ ഫത്തറത്ത്, അങ്ങനെ ഇതെല്ലാം സാഹിത്യമായ വാക്കുകളാണ്. സാഹിത്യമായ വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഖുർആൻ ലളിതമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായ പദങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബികൾ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ആവശ്യമായ ഭാഷ അവർ നേരത്തെ തന്നെ സ്വായത്തമാക്കിയിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് വേറൊരു മറ്റ് പദാവലി പഠിക്കണം എന്ന് അവർക്ക് അനിവാര്യതയില്ല. ഇനി അഥവാ പഠിച്ചാൽ തന്നെയും അത് പ്രായോഗികമായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ അത് ഓർമ്മ നിന്നുകൊള്ളണമെന്നോ ഒന്നും നിർബന്ധമില്ല. മാത്രമല്ല, അവരുടെ പഠനം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ മതപഠനവും ഭൗതിക പഠനവും എന്ന ഒരു വേർതിരിവ് അവർക്കില്ല. 10ാം ക്ലാസ് വരെയും, അല്ലെങ്കിൽ നന്ദി ചുരുങ്ങിയത് 8ാം ക്ലാസ് വരെയും അവരുടെ സ്കൂളുകൾ, സാധാരണ വിദ്യാലയങ്ങളിൽ തന്നെയാണ് ഖുർആനും ഹദീസും കണക്കും സയൻസും സോഷ്യൽ സ്റ്റഡീസും ജനറൽ നോളജും എല്ലാം പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതി ഖുർആൻ പഠനത്തിലുണ്ട്, അല്ലെങ്കിൽ മതപഠനത്തിലുണ്ട്. അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ഈ 54 ആഴ്ച, 54 4 58 4
58 4 62. 62 ആഴ്ച നാം നിരന്തരം ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. അതിലെ കൃത്യമായ വ്യാകരണങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കിയിരിക്കുന്നു. അളവ് കോലുകൾ, അളവ് തോതുകൾ. അത് കൂടാതെയാണ് 69%, 69 അല്ലെങ്കിൽ 70%-ലധികം വൊക്കാബുലറി, പദാവലി നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ആശ്ചര്യകരമായ ഒരു ഖുർആനിക ഭാഗമാണ്. വളരെ ആശ്ചര്യകരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭാഷാ പഠനം പഠിച്ചു കഴിഞ്ഞു. വാക്യഘടന പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ വാക്യഘടന വെച്ചുകൊണ്ടൊന്ന് പാരായണം ചെയ്ത് നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ ആയത്തുകളുടെ അവസാനം നിർത്തേണ്ടതില്ല. ആയത്തുകളുടെ അവസാനം നിർത്താതെ തന്നെ പാരായണം ചെയ്യാമല്ലോ. ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മൾ നിർത്താനുള്ള അനുവാദമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി പാരായണം ചെയ്യണം. പക്ഷെ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഒരു സാഹിത്യ ഭംഗി ഒന്ന് കാണണമെങ്കിൽ നമ്മൾ നിർത്തി പാരായണം ചെയ്യണം, പാടെ പാരായണം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. അതോടൊപ്പം ഇത് ഇങ്ങനെ ഒന്ന് പാരായണം ചെയ്ത് നോക്കണം. ഇങ്ങനെയും പാരായണം ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അന്ത്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസുൽ ഖാശിയത്തി. അപ്പോൾ അതുകൊണ്ട് ഹദീസിനെ ഖാശിയത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു, സംബന്ധിക വിഭക്തി പ്രകാരം ഇളാഫത്ത് ചെയ്തു. അപ്പോൾ ഖാശിയത്തിന് എന്ത് വന്നു? ഖാശിയത്തിന് കസ്ർ വരണം. ഉജൂഹുൻ യൗമ ഇതിൻ. ഉജൂഹ് അർത്ഥം പഠിക്കാത്തതുകൊണ്ട് ഞാൻ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. ഉജൂഹുൻ യൗമ ഇതിൻ. അപ്പോൾ ഉജൂഹിൻ്റെ വിശേഷണമാണ് ഖാശിഅത്തുൻ. അപ്പോൾ ഉജൂഹുൻ എന്ന ബഹുവചനത്തിൻ്റെ വിശേഷണം ഖാശിഅത്തുൻ. അപ്പോൾ ഉജൂഹുന് ലമ്മ തൻവീൻ ആയതുകൊണ്ട് ഖാശിയത്തിന് എന്ത് വേണം? ലമ്മ തൻവീൻ വേണം. അതേപോലെ ഉജൂഹ് ബഹുവചനമാണ് എന്നതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ എന്തായി? ഖാശിയത്തി എന്ന് പറഞ്ഞ സ്ത്രീലിംഗത്തിൻ്റെ തായില്ലേ, അതേ സ്ത്രീലിംഗത്തിൻ്റെ താ ഖാശിഅത്തിലും ഉപയോഗിക്കാം. അപ്പോൾ എന്തായി? സാഹിത്യ ഭംഗി ഹഠാത് ആകർഷിക്കും. പിന്നെ ഉള്ളത് ഹദീസുൽ ഖാശിയത്തി, അവിടെ കസ്റാണ്. ഖാശിഅത്തുൻ, അവിടെ എന്താണ്? ലമ്മാണ്. അതും എന്താണ്? ഇതിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ഉജൂഹുൻ ലമ്മ തൻവീൻ ആയതുകൊണ്ട് ഖാശിഅത്തിനു വിശേഷണമായ ഖാശിഅത്തിനും ലമ്മ തൻവീൻ വരണം. ആമിലത്തുൻ നാസിബത്തുൻ. അപ്പൊ ആമിലത്തുൻ ഇത് ഉജൂഹിന്റെ തന്നെ വിശേഷണമാണ് ആമിലത്തുൻ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഖാശിഅത്തുൻ, ആമിലത്തുൻ, നാസിബത്തുൻ. അപ്പൊ മൂന്നും എന്തായി? ഒരേ പ്രാസമായി. ആമിലത്തുൻ, നാസിബത്തുൻ ഉജൂഹിന്റെ വിശേഷണമായതുകൊണ്ട് ഖാശിഅത്തിന്റെ അതേ ഘടനയിൽ തന്നെ മൂന്നെണ്ണം വന്നു. പിന്നെന്ത് ചെയ്തു? ഫത്തഹും ലമ്മും ഉപയോഗിച്ചതിന് ശേഷം പിന്നെ തസ്ല നാറൻ ഹാമിയത്തൻ. തസ്ല അത് പ്രവേശിച്ചെരിയും. യസ്ല നമ്മൾ പഠിച്ചല്ലോ. യസ്ല അവൻ പ്രവേശിക്കും, തസ്ല അവൾ പ്രവേശിക്കും. എവിടെ പ്രവേശിക്കും? നാറൻ തീയിൽ. എങ്ങനെയുള്ള തീയിൽ? ഹാമിയത്തൻ. ഇപ്പൊ നാറന്റെ വിശേഷണമായതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ഹാമിയത്തൻ എന്ന് വന്നു. അപ്പോ നാറ് നാറ് നമുക്കറിയാം, നാറ് സ്ത്രീലിംഗ പദമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന്റെ വിശേഷണമായ ഹാമിയത്തും സ്ത്രീലിംഗ പദമായി. അപ്പൊ എന്ത് വന്നു? ആയത്തിന്റെ അവസാനം അല്ലത്താക ഹദീസുൽ ഖാശിയത്തി സ്ത്രീലിംഗം, ഉജൂഹു യൗമഇദിൻ ഖാശിഅത്തുൻ സ്ത്രീലിംഗ പദം, ആമിലത്തുൻ നാസിബത്തുൻ അതെല്ലാം സ്ത്രീലിംഗ പദം. അപ്പൊ ആ ആയത്തിന്റെ അവസാനം എല്ലാം എന്തായി? സ്ത്രീലിംഗ പദമായി. തസ്ല നാറൻ ഹാമിയത്തൻ അവിടെയും സ്ത്രീലിംഗ പദമായി. മാത്രമല്ല ഹദീസുൽ ഖാശിയത്തി കസ്ർ ഖാശിഅത്തുൻ ലമ്മ തൻവീൻ, ആമിലത്തുൻ നാസിബത്തുൻ ലമ്മ തൻവീൻ, ഹാമിയത്തൻ ഫത്ഹ തൻവീൻ. തുസ്ഖാ മിൻ ഐനിൻ ആനിയത്തിൻ. അവിടെ എന്ത് വന്നു? മിൻ ഐനിൻ. ഐനിന്റെ വിശേഷണമാണ് എന്ത്? ആനിയത്തിൻ. ഐനിന്റെ വിശേഷണമാണ് ആനിയത്തിൻ. ഐൻ എന്താണ്? അരുവി.
ആ അരുവി എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തായി? ആനിയത്തിൻ എന്ന് വന്നു. എല്ലാ ആയത്തിൻ്റെ അവസാനം സ്ത്രീലിംഗത്തിൻ്റെ താ വന്നു. അതേപോലെ തന്നെ ഇതിവിടെയും സ്ത്രീലിംഗത്തിൻ്റെ താ വന്നു. പിന്നെ എന്ത് ചെയ്തു? ആദ്യത്തെ കസ്റ്, രണ്ടാമത്തെ ലമ്മ തൻവീൻ, മൂന്നാമത്തെ ലമ്മ തൻവീൻ, നാലാമത്തെ ഫത്തഹ് തൻവീൻ, അഞ്ചാമത്തെ എന്ത്? കസ്ർ തൻവീൻ. ഈ 5 ആയത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയതി വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയതൻ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആനിയത്തിനെന്ന് ചേർത്ത് ഓതാം. تسقى من عين آنية ليس لهم طعام إلا من ضريع. അപ്പോൾ അതാണ് ഖുർആന്റെ വശ്യത, സാഹിത്യ ഭംഗി. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമുക്കതിൻ്റെ പദാനുപദാർത്ഥം നോക്കാം. പദാനുപദാർത്ഥം നോക്കുന്നതിന് മുമ്പ് ഒരു തജ്വീദ് കാര്യം പറയാം. നമ്മൾ ഇതുവരെ പറയാത്ത 1-2 എണ്ണം പറയാം. ഒന്ന്, നമ്മളിവിടെ ആയത്തിൻ്റെ അവസാനമൊക്കെ നിർത്തി ഓതുകയാണ്. അതാണ് മറ്റൊരു ഭംഗി. അത് വേറെ കാര്യം. കാരണം നമ്മൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത്, നിർത്തൽ അനുവദനീയമായ സ്ഥലത്ത് നിർത്താതിരുന്നാൽ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് നിർത്തിപ്പോവുകയും ആശയത്തിന് ഭംഗം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉജൂഹുൻ യൗമഇദിൻ. ഉജൂഹുൻ യൗമഇദിൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തൻവീനിന് ശേഷം യാഓ വാവോ വന്നാൽ, ഇതൊരു പ്രത്യേക നിയമമായിട്ട് എഴുതി വയ്ക്കണം. ഞാൻ ഇതിനകം നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ശേഷം തജ്വീദിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കാതെ പോയവർ ആ വീഡിയോ ക്ലാസ്സുകൾ ഒന്നുകൂടെ എടുത്തിട്ട് അതിൽ തജ്വീദിൻ്റെ ഭാഗം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഡിപ്ലോമ പാസ്സാകുമ്പോഴത്തേക്കും തജ്വീദും കൂടെ പഠിച്ചു എന്ന് പറയാമല്ലോ. തജ്വീദ് ഖുർആൻ്റെ ഭാഗമാണ്. അൽ ഖുർആൻ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉണ്ട്, തജ്വീദ് ഉണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും ഉണ്ട്. അതുകൊണ്ടാണ് അൽ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പേരിടുന്നത്. ഓക്കെ, ഉജൂഹൻ യൗമഇദിൻ. അപ്പോൾ തൻവീനിന് ശേഷം വാവോ യാഓ വന്നാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? അവിടെ ഷദ്ദ് വേണം, മണിക്കണം. പക്ഷേ മണിച്ച് ഷദ്ദ് കൊടുത്ത് പാരായണം ചെയ്യുമ്പോൾ എന്ത് വരാൻ പാടില്ല? ഉജൂഹുൻ യൗമഇദിൻ എന്നാരാൻ പാടില്ല. ഉജൂഹുൻ യൗമഇദിൻ അല്ല, ഉജൂഹുൻ യൗമഇദിൻ അല്ല. ചില മുസ്ഹഫുകളിൽ ഉജൂഹുൻ ലമ്മ തൻവീൻ ഉണ്ടാവും, യൗമഇദിൻ യായുടെ മുകളിൽ ഷദ്ദ് ഉണ്ടാവും. ആ എഴുത്ത് തെറ്റ് എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം തജ്വീദിൻ്റെ പൂർണ്ണമായ ഭാഗം എഴുത്തിൽ പ്രതിഫലിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഷദ്ദ് വരണം എന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഷദ്ദ് കൊടുത്തതാണ്. പക്ഷേ അവിടെ എന്തും വേണം? മണിക്കലും വേണം. ഉജൂഹുൻ യൗമഇദിൻ. അവിടെ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് അവിടെ ഷദ്ദ് ഭാഗികമായിട്ടേ വരുള്ളൂ. ഷദ്ദ് ഭാഗികമായിട്ടേ വരും. മണിക്കലും വരണം, ഭാഗികമായ ഷദ്ദും വരണം. ഉജൂഹുൻ യൗമഇദിൻ, ഉജൂഹുൻ യൗമഇദിൻ ആമിലത്തുൻ നാസിബത്തുൻ. ആമിലത്തുൻ നാസിബത്തുൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലമ്മ് തൻവീനുണ്ട്, അതിനുശേഷം ഷദ്ദ് വന്നു. ഷദ്ദ് വന്നാൽ ഇതിൻ്റെ ലമ്മിൻ്റെ ഒരു ലമ്മ് പറയുകയും പിന്നെ ഷദ്ദുള്ള അക്ഷരം പറയുകയും വേണം. ഇവിടെ ഷദ്ദുള്ള അക്ഷരം വന്നപ്പോൾ മണിക്കുകയും വേണം. നൂന് ഷദ്ദ് വന്നാൽ മണിക്കുക. അത് രണ്ടാമത്തെ നിയമമാണ്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഇവിടെ നാറൻ എന്നിടത്ത് എന്ത് ചെയ്യണം? നാറൻ രണ്ട് ഫത്തഹ് ഉണ്ടല്ലോ, അഥവാ ഫത്തഹ് തൻവീനുണ്ട്, തൻവീനുൽ ഫത്തഹ് ഉണ്ട്. തൻവീനുൽ ഫത്തഹ് വന്നാൽ തൻവീനുൽ ഫത്തഹ് ഇവിടെ നോക്കുക, ഈ പ്രിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പ്രിന്റ് ഉപയോഗിച്ചാൽ നിങ്ങൾ ഖുർആൻ വായനയിലും അഥവാ നിങ്ങൾ വാങ്ങുന്ന മുസ്ഹഫിനും ഇതേ പ്രിന്റാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന തജ്വീദ് നിയമം അത് നോക്കിയാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ തജ്വീദിൻ്റെ ഒരു 50% നിങ്ങൾക്ക് റീഡിങ്ങിൽ തന്നെ കിട്ടും, അക്ഷരം പ്രിന്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ കിട്ടും.
അപ്പൊ ഇവിടെ രണ്ട് ഫത്തഹ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിന് മീതെ ഒന്നായി ഇട്ടിരിക്കുകയാണ് ഫത്തഹ്. ഒന്നിന് മീതെ ഒന്നായി ഫത്തഹ് ഇട്ടാൽ എന്ത് ചെയ്യണം? ഒന്നിന് മീതെ ഒന്നായി ഫത്തഹ് ഇട്ടാൽ അവിടെ തെൻവീൻ വെളിവാക്കി പാരായണം ചെയ്യണം. അതേപോലെ ഇവിടെ യൗമ ഇതിൻ ഖാശിഅത്തുൻ, അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? കസ്റ് ഒന്നിന് ചുവടെ ഒന്നായിട്ടാണ് ഇട്ടിരിക്കുന്നത്, ഒന്നിന് നേരെ ചുവടെ. ഇനി നേരെ ചുവടെ അല്ല, മാറിയാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കുക. തസ്ല നാറൻ ഹാമിയത്തൻ ഇല്ലേ? ഹാമിയത്തൻ എന്നിടത്ത് തൻവീൻ ഇട്ടിരിക്കുന്നുണ്ടോ? ഇവിടെ തൻവീൻ ഇട്ടാൽ എന്താണ്? ഇത് വെളിവാക്കേണ്ട തൻവീനല്ല, മറിച്ച് ഇത് വെളിവാക്കേണ്ട തൻവീനല്ല എന്ന് പറയണം എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് അതിന് ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദമുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് നിയമം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറയുന്നത് ഈ തൻവീൻ വെളിവാക്കേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാം? തൻവീനിന് കെസറാണ് എങ്കിൽ ഒരു കെസറിന് ചുവടെ അടുത്ത കെസറിട്ടിരുന്നാൽ അത് വെളിവാക്കേണ്ടതാണ്, ഇവിടെ ഇട്ടിരിക്കുന്ന പോലെ. ഒരു ഫത്തഹിന് മീതെ അടുത്ത ഫത്തഹ് ഇട്ടാൽ അത് വെളിവാക്കേണ്ടതാണ്. അതേപോലെ തആമുൻ ഇല്ല. ഇത് നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം എടുത്തു വെച്ചേക്കണം കേട്ടോ. ഞാനത് വാട്സപ്പിൽ ഈ ഭാഗം പോസ്റ്റ് ചെയ്ത് തരാം. എന്തിനാണ്? തൻവീൻ വെളിവാക്കേണ്ടത് എവിടെ എന്നറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. അപ്പോൾ തആമുൻ എന്ന് ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്നായി, ഒന്നിന് മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ അകത്ത് ഒന്ന് കൊരുത്തിട്ടിരുന്നാൽ, കൊരുത്തിങ്ങനെ പരസ്പരം കോർത്തിട്ടിരുന്നാൽ എന്ത് ചെയ്യണം? അവിടെ തൻവീൻ വെളിവാക്കണം, ലമ്മ തൻവീൻ വെളിവാക്കണം. ലൈസ ലഹും തആമുൻ ഇല്ല മിൻ ദരിയ. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ തൻവീൻ വെളിവാക്കേണ്ട ഭാഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. മറ്റ് നിയമങ്ങളൊക്കെ പറയാൻ പറ്റും, പക്ഷേ ഇപ്പോൾ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, തൻവീന് ശേഷം യാഓ വാവോ വന്നാൽ മണിക്കണം, ഷെദ് കൊടുക്കണം. പക്ഷേ ഇയ്യ എന്ന ഉച്ചാരണം വരരുത്, മറിച്ച് മണിക്കലോടുകൂടിയാണ് ഷെദ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഭാഗികമായ ഷെദ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകൂടെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ഇവിടെ ചില മഹാന്മാർ ഇവിടെ ഈ ഷദ്ദ എടുക്കാറുണ്ടോ? ലൈസലഹുവിന്റെ ശബ്ദമുണ്ട്. അതേപോലെ ലാമിൻ ദരി എന്ന് കഴിഞ്ഞിട്ട് ലാക്ക് ശബ്ദമുണ്ട്. ഇവിടെയൊക്കെ ലൈസലഹും അല്ലെങ്കിൽ ഇല്ലാ യുസ്മിനു അങ്ങനെ പാരായണം ചെയ്യണ്ട. കാരണം എന്താ? ഇവിടെ ഷദ് വന്നിരിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് തൻവീൻ ചേർത്ത് പാരായണം ചെയ്യുമ്പോഴാണ്. ഇവിടെ നേരത്തെ പാരായണം ചെയ്തല്ലോ നമ്മൾ, തുസ്ഖാ മിൻ ഐനിൻ ആനിയത്തിൻ ലൈസ ലഹും. അതേപോലെ ത്വാമുൻ ഇല്ലാ മിൻ ദരിയ ഇല്ലാ യുസ്മിനു. ഇതും പ്രത്യേകം എഴുതി വെക്കണം, ഈ മൂന്ന് കാര്യങ്ങളും. മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരു പദത്തിൻ്റെയും തുടക്കത്തിൽ ഷദ് ഉണ്ടാകുന്നതല്ല. അങ്ങനെ ഷദ് തുടക്കത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൊട്ട് മുമ്പുള്ള പദം ഈ പദത്തോട് ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് പ്രകാരം ഷദ് ഉണ്ടായിത്തീരുന്നു, അല്ലെങ്കിൽ ഷദ് ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അത് രണ്ടാമത് കേൾക്കണമെന്നുള്ള ഒരു വീഡിയോ റീപ്ലൈ ചെയ്ത് കേൾക്കാം പോസ്റ്റ് ചെയ്യുമ്പോൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയത്തി. ഹൽ ആണോ ഉണ്ടോ? നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചിരിക്കുന്നു ചോദ്യത്തിന്റെ അറഅയ്ത അലം തറ, അവിടെയൊക്കെ ആ ഉപയോഗിച്ചു. ആയുടെ ഏകദേശം ഒരേ അർത്ഥമാണ് ഹല്ലിനും. അൻത റജുലുൻ അല്ലെങ്കിൽ അൻത മുദർരിസുൻ. അതേപോലെ ഹൽ അൻത മുദർരിസുൻ എന്ന് ചോദിക്കാം. അൻത നീയാണോ, ഹൽ അൻത നീയാണോ. അപ്പോൾ ആണോ എന്ന്
ചോദിക്കുന്നതിനാണ് ഹൽ ഉപയോഗിക്കുന്നത്. ആണോ ഉണ്ടോ, ആണോ ഉണ്ടോ. അപ്പൊ ഇവിടെ അത ക, അത എന്താ അർത്ഥം? നേരത്തെ നമ്മൾ പഠിച്ചൊരു ക്രിയയാണ്, പട്ടിക പഠിച്ച ക്രിയയാണ്. അത്ത വന്നു, ക നിന്റെ അടുക്കൽ. അപ്പൊ അത്ത എന്ന ക്രിയ, ക എന്താണ്? അതിന്റെ മഫ്ഊലുൻ ബിഹി എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ കർമ്മം എന്ന് പറയാം, ഒബ്ജക്റ്റ്. അതിന്റെ കർമ്മമാണ് ക. അത്താക്ക നിന്റെ അടുക്കൽ വന്നു. എന്ത് വന്നു? കർത്താവ് പിന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ക്രിയ കഴിഞ്ഞിട്ട് കർത്താവാണ് വരേണ്ടത്, പിന്നെ കർമ്മമാണ്. അതാണ് അറബിയിലെ ഓർഡർ. പക്ഷേ ക്രിയയോടൊപ്പം ചേർന്ന് കർമ്മം വന്നാൽ വേറൊന്നും പറയാൻ പറ്റില്ല, പിന്നെ അടുത്ത വാക്കായിട്ടല്ലേ കർത്താവ് പറയാൻ പറ്റുള്ളൂ. ക്രിയ ആദ്യം വരുമ്പോൾ ക്രിയയോടൊപ്പം ചേർന്ന് കർമ്മം വന്നു കഴിഞ്ഞാൽ കർത്താവ് പിന്നീട് വരും. അപ്പോൾ അത്താക്ക നിന്റെ അടുക്കൽ വന്നു. അപ്പോൾ കർമ്മത്തിന് ഒബ്ജക്റ്റിന്റെ അടയാളം അവിടെ കാണുമല്ലോ കേട്ടോ. ഇവിടെ കിടക്കുന്നത് ഫത്തഹാണ്. ഈ ഫത്തഹ എന്താണ്? അന്ത്യം മാറി വരുന്നതല്ല, അന്ത്യം മാറി വരുന്ന ഫത്തഹല്ല. അത്താക്ക അല്ലെങ്കിൽ കിതാബുക്ക, അവിടെ കിതാബുക്ക എന്നുള്ളത് കിതാബുക്ക തന്നെ ആയിരിക്കും എപ്പോഴും. കിതാബുക്കി എന്ന് വരുന്നത്, കിതാബുക്കി എന്ന് പറയുന്നത് അത് വേറെ ആശയത്തിലാണ്. അതേപോലെ കിതാബുക്കു എന്ന് വരില്ല, അത് വന്നാൽ കിതാബുക്കും എന്നായിരിക്കും വരിക. അപ്പൊ അത് വേറെ ആശയം. അപ്പൊ ഇവിടെ അത്താക്ക അത്താന്ന് വന്നു. അത്താക്ക എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ മാറി വരുന്ന ഫത്തഹല്ല, മാറി വരുന്ന ഫത്തഹാണ് ഫത്തഹത്തുൻ എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ എന്താണ്? മാറാത്തതാണ്. അൽ അത്താക്ക ഹദീസുൽ ഗാഷിയത്തി. എന്താണ് വന്നത്? ഹദീസ്. ഹദീസ് എന്ന് പറയുമ്പോൾ വർത്തമാനം, വാർത്ത, ന്യൂസ്. ന്യൂസിന്റെ എസ് കളഞ്ഞ എന്ത് വരും? ന്യൂസിന്റെ എസ് കളഞ്ഞാൽ ന്യൂ എന്ന് വരും. അതെ, ന്യൂസ് എന്ന് പറയുമ്പോൾ ബഹുവചനമായിട്ടാണ് വരുന്നത്. മലയാളത്തിൽ നമ്മൾ വാർത്ത എന്ന് പറയുന്നെങ്കിൽ ന്യൂസ് എന്ന് പറയുമ്പോൾ വർത്തമാനങ്ങൾ എന്നാണ്. അതിൻ്റെ ഏകവചനം എന്താണ്? ന്യൂ എന്നാണ്, പുതിയത്. പുതിയത്. ഹദീസ് എന്ന് പറഞ്ഞാലും അതേപോലെ അർത്ഥമുണ്ട്, പുതിയത്. അപ്പോൾ വാർത്തകൾ എന്തായിരിക്കണം? പുതിയതായിരിക്കണം, പഴയതായിരിക്കരുത്. വാർത്ത എന്നാണ് വർത്തമാനം, വാർത്ത. ഹദീസ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പദമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനത്തെയാണ് ഹദീസ് എന്ന സാങ്കേതിക പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതോടൊപ്പം വർത്തമാനം മാത്രമല്ല വരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയും അംഗീകാരവും കൂടി അതിൻ്റെ കൂടെ വരും. അതായത് അൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസ് നബവി എന്നാണ് അതിൻ്റെ ആശയം. ഹദീസ് നബവി, അന്ത്യപ്രവാചകന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹദീസിൻ്റെ ഒരു ടെർമിനോളജി പഠിച്ചിട്ടുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഹദീസിൻ്റെ ഒരു പദപ്രയോഗം. ഹദീസുൽ ഗാഷിയത്തി. ഗാഷിയത്ത്, ഗാഷിയത്തുൻ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുന്നത്, ആവരണം ചെയ്യുന്നത്. ഗാഷിയത്തുൻ. ഇതേ രീതിയിൽ കർത്താവ് വരുന്ന ഒരു പദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? വേഗം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഗാഷിയത്തുൻ എന്നതിൻ്റെ ക്രിയ കണ്ടുപിടിക്കാൻ പറ്റും. ഗാഷിയത്തുൻ. അതേപോലെ ഈ ഗാഷിയത്തുൻ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊരു കർത്താവിൻ്റെ പദമാണ്, കർത്താവിനെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ കർത്താവിനെ സൂചിപ്പിക്കുന്ന പദം ഗാഷിയത്തുൻ എന്ന് വന്നിരിക്കുന്നത് പോലെ തന്നെ വരുന്ന മറ്റൊരു ക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ക്ലൂ തരാം. അവസാനത്തെ രണ്ടക്ഷരം ഇതേപോലെയാണ്, യായും തായുമാണ്. റാളിയത്തിൻ. മാഷാ അല്ലാഹ്, അബൂബക്കർ ഓർമ്മിക്കുന്നുണ്ട്.
ഓക്കെ, അള്ളാഹ് യഫ്തഹ് അലൈക്ക്, നിങ്ങളുടെ ബുദ്ധി അള്ളാഹു വിശാലമാക്കി തരട്ടെ. അപ്പൊ ഗാഷിയത്തുൻ എന്ന് പറയാം നമുക്ക്. ഗാഷിയത്തുൻ എന്ന പോലെ തന്നെയാണ് റാളിയത്തുൻ എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റാളിയത്തുൻ എന്ന ക്രിയയുടെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം എന്താണ്? പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം റളിയ. റളിയ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം റളിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗാഷിയത്തിന്റെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം എന്തായിരിക്കും? ഗഷിയ. ഗഷിയ. ഇപ്പൊ നേരത്തെ ചിന്തിക്കാതിരുന്നവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധി വികസിപ്പിച്ചു തരട്ടെ. ഇതേ രീതിയിൽ നമ്മൾ ഓരോ വാക്കും എടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും മറന്നുപോകാത്ത രീതി അവിടെ തന്നെ ഇരുന്നോളും. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. നമ്മൾ 70% പദങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്. അതായത് നിങ്ങൾ ഗാഷിയത്തിൻ്റെ യഥാർത്ഥത്തിൽ കൂട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ അപൂർവം വാക്കുകളും നമ്മൾ പഠിച്ച ക്രിയകൾ പഠിച്ച പദങ്ങളെല്ലാം അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഖുർആൻ വന്നിരിക്കുന്നതെല്ലാം കൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗാഷിയത്തുൻ എന്ന പദം ഇനി ഗഷിയ നിങ്ങൾ പഠിക്കാതെ തന്നെ എന്ത് ചെയ്യാം? അത് കൂട്ടാവുന്നതാണ്. നമ്മൾ കൂട്ടിയിട്ടില്ല ഇതുവരെ. അതായത് നിങ്ങൾ ഈ ക്ലാസ് പഠിക്കുന്നവരെയും കൂട്ടിയിട്ടില്ല. അതേസമയം ഗഷിയ എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. വൈദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗഷിയ എന്ന് പറഞ്ഞാൽ മൂടി, ഗാഷിയത്തിൻ മൂടുന്നത്. ഇനി ഗഷിയ എന്നതിൻ്റെ കർത്താവിൻ്റെ രൂപം എന്താണ് യഥാർത്ഥത്തിൽ? ഗഷിയ എന്ന ക്രിയയുടെ കർത്താവിൻ്റെ രൂപം നമ്മൾ പറയുമ്പോൾ പുല്ലിംഗത്തിന്റെ രൂപമാണ് പറയുന്നത്, കർത്താവിൻ്റെ രൂപം. അപ്പൊ എങ്ങനെയിരിക്കും? റളിയ എന്ന ക്രിയയുടെ കർത്താവിൻ്റെ രൂപം പറഞ്ഞു നോക്കുക, അന്നേരം മനസ്സിലാവും പുല്ലിംഗം എങ്ങനെയാണ് വരേണ്ടതെന്ന്. റളിയയുടെ കർത്താവിൻ്റെ രൂപം ഖാഷിൻ. റളിയയുടെ കർത്താവിൻ്റെ രൂപം റാലിൻ. അതേപോലെ ഗഷിയയുടെ കർത്താവിൻ്റെ രൂപം ഖാഷിൻ. അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കളഞ്ഞു കേട്ടോ. റളിയയിലേക്ക് ചിന്തിക്കാതെ തന്നെ ഗഷിയയുടെ കർത്താവിൻ്റെ രൂപം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ക്ലാസ് എടുക്കുന്നവരെയും നമ്മൾ ഗഷിയയുടെ രൂപഭേദങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ അതാണ് തദബ്ബുറുൽ ഖുർആൻ. നമ്മൾ ആദ്യം തദബ്ബുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ ആശയതലത്തിൽ ചിന്തിക്കുക എന്നാണ്. പക്ഷേ ഭാഷ അറിയാതെ എങ്ങനെ ആശയതലത്തിൽ ചിന്തിക്കാൻ പറ്റും? ഓക്കെ, അല്ലാത്ത ഹദീസുൽ ഗാഷിയത്തി, ആവരണം ചെയ്യുന്ന വാർത്ത നിനക്ക് വന്നെത്തിയോ? ആവരണം ചെയ്യുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുന്നത് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ആവരണം ചെയ്യുന്നത്, എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നത്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും ആവരണം ചെയ്യുന്നതായ അന്ത്യനാൾ വന്നെത്തുന്നത്, അല്ലെങ്കിൽ അന്ത്യനാളിനെ സംബന്ധിച്ച വാർത്ത നിനക്ക് വന്നെത്തിയോ? അതിനെക്കുറിച്ച് നിനക്ക് അറിയാമോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. വുജൂഹുൻ യൗമ ഇതിൻ. അപ്പോൾ അന്നത്തെ വാർത്തയെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരികയാണ്. വുജൂഹുൻ യൗമ ഇതിൻ. വുജൂഹ് വജ്ഹുന്റെ ബഹുജനമാണ് വുജൂഹ്. വുജൂഹ് എന്ന് പറയുമ്പോൾ വാവിന് ലമ്മിട്ടാണ് പറയേണ്ടത്. വുജൂഹുൻ, വജ്ഹുൻ, വുജൂഹുൻ. വജ്ഹുൻ മുഖം, വുജൂഹുൻ. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ. ഐനുൻ പഠിച്ച്, വജ്ഹുൻ പഠിച്ച്, യദുൻ പഠിച്ചു. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഒരു ഭാഗത്ത് കീറിക്കളയാത്ത ഭാഗം, നോട്ട്ബുക്കിൽ വർക്ക് ബുക്കും നോട്ട്ബുക്കും ഉണ്ട് കേട്ടോ. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റഫായിട്ട് എഴുതുന്നതാണ്. ഇനി നാളെ ചോദിച്ചാൽ നിങ്ങൾ വർക്ക് ബുക്ക് പറഞ്ഞു, നോട്ട്ബുക്ക് പറഞ്ഞു, ഇതിൽ എത്ര ബുക്ക് വേണം എഴുതാനെന്ന്.
ഇത് ഓരോരുത്തരും സൂക്ഷിക്കുന്ന ബുക്കുകളുടെ എണ്ണം, അവർ ചിലർ സൂക്ഷിച്ചിരുന്ന ബുക്കുകളുടെ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നില്ല ഇത്രയും ബുക്ക് സൂക്ഷിക്കണം. ചിലർ എഴുതും അപ്പോഴത്തന്നെ എഴുതിയെടുക്കും. അപ്പോഴത്തന്നെ എഴുതിയെടുക്കുന്നത് പിന്നീട് രണ്ടാമത് വേറെ റീറൈറ്റ് ചെയ്യും, സംഗ്രഹം മാത്രം എഴുതിയെടുക്കും. അങ്ങനെ എഴുതിയെടുക്കുന്ന ഒരു ഭാഗത്ത്, ഒരു സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം? ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ പഠിച്ചവയൊക്കെ എഴുതി വയ്ക്കുക. പഠിക്കാത്തവ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ കാണും. വൽ ഐനു ബിൽ ഐനി വൽ അൻഫു ബിൽ അൻഫി വൽ ഉദ്നു ബിൽ ഉദ്നി വസ്സിന്നു ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവയവങ്ങളുടെ പേര് കിട്ടും. സൂറത്ത് നിസായിൽ ഉണ്ട്. ലിസാന് പഠിച്ചു, ലിസാന് നാവ്. അങ്ങനെ പല വാക്കുകൾ നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ബേസിക്കിൽ ഓൺലൈനിൽ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. ബേസിക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ലൈവ് ക്ലാസ്, വൺ സൈറ്റ് ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സുകൾക്ക്, വാട്സപ്പ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രത്യേകം എഴുതി വയ്ക്കാൻ. ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം എഴുതി വയ്ക്കുക. അത് നമുക്ക് പിന്നീട് ഉപയോഗപ്പെടും. ഖുർആൻ വായിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഉപയോഗപ്പെടും. ഷഫത്തുൻ, ചുണ്ട്, അങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ. ഇപ്പോൾ വജുഹുൻ വുജൂഹുൻ യൗമഇദിൻ, അന്നേ ദിവസം. നമുക്കറിയാം യൗമഇദിൻ അന്ന്, യൗമഇദിൻ അന്ന്, യൗമൻ ദിവസം, അൽ യൗം ഇന്നേ ദിവസം, യൗമഇദിൻ അന്നേ ദിവസം. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ, ഖാശിഅത്തുൻ. ഖാശിഅത്തുൻ, ഖാശിഅത്തിന് അപ്പോൾ ഇതിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും? ഖാശിഅത്തിന്റെ പൂർണ്ണക്രിയ. ഇതിന്റെ പൂർണ്ണക്രിയ ചോദിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഫാഇലുൻ വസിനിലാണോ വന്നിരിക്കുന്നത് നോക്കണം. വസിൻ അറിയാമല്ലോ. വസിനുൻ എന്ന് പറഞ്ഞാൽ തൂക്കം, മെഷർമെന്റ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഫഅല, ഫതഹ, ഫതഹു, ഫതഹത, ഫതഹത്തും, ഇങ്ങനെ തുടങ്ങിയിട്ട് 21 രൂപ പഠിക്കുന്നത് എന്താണ്? ഇതിന്റെ വസിൻ, ഇതിന്റെ മെഷർമെന്റ് സ്കെയിൽ, തൂക്കം. അതിന് മീസാൻ എന്ന് പറഞ്ഞൊരു കിതാബൊക്കെ ഉണ്ട്. ആ കിതാബിലുള്ളതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഖുർആനിൽ 95% ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയയുടെ 95% ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന രൂപങ്ങൾ ഏതാണോ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബാക്കി 5% നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാഇലുൻ വസിനിലാണ് വന്നിരിക്കുന്നത്. ഫാഇലുന്റെ വസിനിൽ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ സ്ത്രീലിംഗമാക്കിയപ്പോൾ എന്തായി? ഫാഇലുൻ എന്തായി? ഫാഇലത്തുനായി. അപ്പൊ എന്തായി? ഫാഇലുൻ ഫാഇലത്തിനായെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഖാശിഅത്തുനിലെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം ഫതഹും കസ്റും കൊടുക്കി. ഫതഹും കസ്റും കൊടുത്ത് പറയും. ഇവിടെ ആരോ ഒരാൾ അവസാനത്തിൽ യാ ഇട്ടിട്ടുണ്ട്. അവസാനത്തിൽ യാ അല്ല കേട്ടോ, ഇവിടെ ഐനാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എടുത്തു പറഞ്ഞ ഫതഹ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയാം? ഫതഹ എടുത്തു പറയാൻ കാരണം ഇവിടെ ഖാശിഅത്തുൻ എന്നത് ഏത് ഗ്രൂപ്പാണ്? ഏത് ഗ്രൂപ്പാണ്? ഖശഅയാണ്. ഫതഹ ഗ്രൂപ്പാണത്. ഖശഅ. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. വഖശഅത്തിൽ അസ്വാത്. ഇതെങ്ങനെ കിട്ടും ഇതിന്റെ പൂർണ്ണക്രിയ? ഞാൻ സത്യം പറഞ്ഞത് ഡിക്ഷണറി നോക്കിയിട്ട് കണ്ടുപിടിച്ചതല്ല. ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ അല്പം ബുദ്ധി കൊടുത്ത് വായിച്ചാൽ ഇത് ഈ ഖശഅത്ത് എന്ന വാക്കും ഖാശിഅത്തുൻ എന്ന വാക്കും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിയും, മനസ്സിലാവും.
അള്ളാഹു നമുക്കത് ഓപ്പൺ ചെയ്ത് തരും, നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ. യഖ്ശഉ യഖ്ശഉ യഖ്ശഊന, അതിൻ്റെ അപൂർണക്രിയയും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ പൂർണ്ണക്രിയയും അപൂർണക്രിയയും വന്നിട്ടുണ്ടാവും. എന്തായിരുന്നാലും ഫത്തഹ ഗ്രൂപ്പാണ് എന്ന് ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായി, യഖ്ശഉ, ഖശഅ യഖ്ശഉ എന്ന് കിട്ടും. ഓക്കെ, എന്തായാലും കർത്താവിൻ രൂപത്തിൽ നമുക്ക് പൂർണ്ണക്രിയയാക്കി മാറ്റാം എന്ന് മനസ്സിലായി. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ. ഖശഅ എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളതായി എന്നാണ്. താഴ്മയുള്ളതായി, വിനയാന്വിതമായി, അതാണ് ഖശഅ. നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്ത് വേണമെന്ന് പറയും? ഖുശൂഅ വേണമെന്ന് പറയും. ഖുശൂഅ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ കയ്യും കെട്ടി, നമ്മൾ കൈകെട്ടി നിൽക്കുന്ന പല ആവശ്യത്തിന് കൈകെട്ടിയിരിക്കുമല്ലോ. ഇങ്ങോട്ട് വാടാ, ഞാൻ അടിക്കാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നിപ്പുണ്ടാവും. ആ നിപ്പ് പോലെയാണോ കയ്യും കെട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്? ഇല്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് നെഞ്ച് വിരിച്ച് തൻ്റെ ഇടത്തോടുകൂടി മറുകക്ഷിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന നിപ്പ്. അതെന്താണ്? ഇസ്തിക്ബാറിൻ്റെ അല്ലെങ്കിൽ കിബറോട് കൂടിയ, ഔന്നത്യത്തോടു കൂടിയ, ധാർഷ്ട്യത്തോടു കൂടിയുള്ള നിപ്പാണ്. അതിന് വിപരീതമായി വിനയത്തോട് താഴ്മയോടുകൂടിയുള്ള നിപ്പാണ് ഖാശിഅത്തുൻ. അപ്പം അന്ന് എന്തായിരിക്കും? ലോകതമ്പുരാൻ, ഉടയ തമ്പുരാൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെ എൻ്റെ ജഡ്ജ്മെൻ്റ് എന്തായിരിക്കും, എൻ്റെ വിധി എന്തായിരിക്കും എന്ന് അറിയാതെ പേടിച്ച് വിറച്ച് താഴ്മയായിട്ട് നിൽക്കുകയായിരിക്കും. അതാണ് വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ. ഇവിടെ വുജൂഹുന് ചില മുഖങ്ങൾ എന്നാണ്. ഇവിടെ ചില എവിടെ നിന്ന് കിട്ടി? ചില എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ അൽ ഇല്ല, അല്ലെങ്കിൽ ഇലാഫത്ത് ചെയ്തിട്ടില്ല. അൽ ഉണ്ടായിരിക്കുകയോ ഇലാഫത്ത് ചെയ്യുകയോ ചെയ്താൽ എന്തായി? ഒരു നാമം സ്പെസിഫിക്കായി, നിർണിതമായി എഴുതി വെച്ചോളണം കേട്ടോ. ഒരു നാമം നിർണിതമാകുന്നതിലെ ഒരു സന്ദർഭം എന്താണ്? അൽ വരിക. രണ്ടാമത്തെ സന്ദർഭം ഇലാഫത്ത് ചെയ്യുക. പിന്നെ വ്യക്തിയുടെ നാമം, സ്ഥലത്തിൻ്റെ നാമമൊക്കെ എന്താണ്? സ്പെസിഫിക് ആണ്. അപ്പൊ ഇതൊന്നുമില്ലാതെ, അല്ലില്ലാതെ, ഇലാഫത്ത് ചെയ്യാതെ, വ്യക്തിനാമമല്ല, സ്ഥലനാമമല്ല, പിന്നെ അല്ലില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായി? ചില മുഖങ്ങൾ, ചില എന്ന്, അതായത് നോട്ട് സ്പെസിഫിക് എന്ന അർത്ഥത്തിലാണ് ചില എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. ഖശഅയുടെ ക്രിയാധാതുവാണ് ഖുശൂഅ്. ഖുശൂഅ്. ഖശഅയുടെ ക്രിയാധാതുവാണ് ഖുശൂഅ്. ഇത് നമ്മുടെ പട്ടികയിൽ എവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കണം. അല്ല, ഫത്തഹ വരാൻ സാധ്യതയില്ല, കാരണം ഫത്തഹ ഗ്രൂപ്പിൽ നമ്മൾ അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ വുജൂഹുൻ വുജൂഹുൻ എന്ന് പറഞ്ഞാൽ നോട്ട് സ്പെസിഫിക് അല്ലാത്തതുകൊണ്ടാണ് ചില മുഖങ്ങൾ എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ മുഖങ്ങൾ അന്ന് എന്തായിരിക്കും? താഴ്മയുള്ളതായിരിക്കും. ആമിലത്തുൻ. ആമിലത്തുൻ. ആമിലത്തുൻ നമുക്കറിയാം. അമില, ആമിലുൻ. അമില പ്രവർത്തിച്ചു. ആമിലത്തുൻ പ്രവർത്തിക്കുന്നവൻ. ആമിലത്തുൻ പ്രവർത്തിക്കുന്നവൾ. അധ്വാനിച്ചതായിരിക്കും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, വജുഹുൻ എന്നതിൻ്റെ ബഹുവചനമാണ് വുജൂഹുൻ. ബഹുവചനങ്ങളെല്ലാം സ്ത്രീലിംഗ പദമാണ് എന്ന ആശയത്തിലാണ് ഇവിടെ എല്ലാം ആ വുജൂഹിന്റെ വിശേഷണം സ്ത്രീലിംഗ പദമായി കൊടുത്തിരിക്കുന്നത്. ആമിലത്തുൻ അധ്വാനിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ക്ലേശിച്ചതാണെന്നാണ്. ആമിലത്തുൻ പ്രവർത്തിച്ചതാണെന്ന് പറഞ്ഞാൽ എന്താണ്? പണിയെടുത്ത് അധ്വാനിച്ച് ക്ലേശിച്ചു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയായിരിക്കും അവരുടെ മുഖത്തിനുണ്ടാവുക. മുഖത്തെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഖുർആൻ വരച്ച് കാണിക്കുന്ന ഖുർആന്റെ വേറൊരു ശൈലി കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആന്റെ ശൈലി എന്താണ്? ഒരു ചിത്രീകരണ രൂപമാണ്. ഇത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
ജൂഹി യൗമൈദിൻ ഖാശിഅത്തിൻ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സ് താഴ്മയുള്ള മുഖങ്ങൾ എങ്ങനെ ഇരിക്കും എന്നതിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ആമിലത്തുൻ, അധ്വാനിച്ച്. അപ്പോൾ ഒരാൾ വളരെയധികം ഒരു ചുമട്ട് തൊഴിലാളി ചുമടൊക്കെ എടുത്ത് ക്ഷീണിച്ച് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ എന്നിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ്? പേടിച്ചേരേണ്ടതാണ്. താഴ്മയോടുകൂടി വന്ന് നിൽക്കുകയാണ് ബോസിൻ്റെ അടുത്ത്. അധ്വാനിച്ച് ക്ലേശിക്കുകയാണ്. പക്ഷേ ഇത് ജഡ്ജ്മെന്റ് എന്താണ് എന്നറിയാതെ ഉടയതമ്പുരാന്റെ അടുക്കൽ, യജമാന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആമിലത്തുൻ, പിന്നെന്താണ്? നാസിബത്തുൻ. നസബ, തളർന്നതുമായിരിക്കും. നാസിബത്തുൻ, തളർന്നതുമായിരിക്കും. ആമിലത്തുൻ, അധ്വാനിച്ചതായിരിക്കും. നാസിബത്തുൻ, തളർന്നതുമായിരിക്കും. തസ്ല നാറൻ ഹാമിയ. തസ്ല നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. യസ്ല നാറൻ, യസ്ല നാറൻ പഠിച്ചു. അപ്പോൾ ഹുവ യസ്ല, ഹിയ തസ്ല. അപ്പൊ ഇവിടെ തസ്ല എന്ന സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം വുജൂഹുൻ എന്നതാണ് എന്ത് യഥാർത്ഥത്തിലുള്ള കർത്താവ്. നേരത്തെ തന്നെ മുൻഗണന. കർത്താവിന് ഏതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ തസ്ല എന്ന് പറയുമ്പോൾ ഏതാണ് കർത്താവ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഹിയയാണ് കർത്താവ്. തസ്ലയിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ഹിയയാണ് കർത്താവ്. ആ ഹിയ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നേരത്തെ കടന്നു പോയ ഒരു നാമത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം അത്. അങ്ങനെ ഹിയ എന്ന് സൂചിപ്പിക്കുന്ന ഒരു നാമം അവിടെ കടന്നു പോയിട്ടുണ്ടാകും. അതെന്താണ്? വുജൂഹുൻ എന്നാണ്. മുഖങ്ങളെ എന്താണ്? സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ സ്ത്രീലിംഗത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി, സ്ത്രീലിംഗ ബഹുവചനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ബഹുവചനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കാം. ആ അർത്ഥത്തിലാണ് ഇവിടെ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ എന്നതും ആമിലത്തുൻ നാസിബത്തുൻ എന്നതും. പിന്നെ അതോടനുബന്ധമായി തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെയൊക്കെ ഏകവചനം ഉപയോഗിച്ചുകൊണ്ട് തസ്ല എന്ന് ഏകവചനം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിയയിലും തസ്ല അത് പ്രവേശിച്ചിരിക്കും. ആ മുഖങ്ങൾ പ്രവേശിച്ചിരിക്കും. യസ്ല അല്ലെങ്കിൽ സ്വലിയ എന്നതാണ് ഇതിന്റെ പൂർണ്ണക്രിയ. നമുക്കറിയാമത്. സ്വലിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദുർബലാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്തു. സ്വലിയ. അപ്പൊ സ്വലിയ എന്ന് പറഞ്ഞാൽ എരിയുന്ന അല്ലെങ്കിൽ അഗ്നിയിൽ പ്രവേശിക്കുന്നതിനാണ് സ്വലിയ എന്ന് പറയുന്നത്. അഗ്നിയിൽ പ്രവേശിച്ചു, സ്വലിയ. കത്തുന്ന തീയിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് പ്രവേശിച്ചാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? വേവും. പ്രവേശിച്ചാൽ വേവും. അതുകൊണ്ടാണ് പ്രവേശിച്ചെരിയും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ പദപ്രയോഗമാണ് കേട്ടോ. ഖുർആൻ പരിഭാഷകന്മാരിൽ നിന്ന് എടുത്തതല്ല. ഖുർആൻ പരിഭാഷകന്മാർ ചെയ്തിരിക്കുന്നത് യസ്ല അല്ലെങ്കിൽ തസ്ല വന്നിരിക്കുമ്പോൾ സലിയ യസ്ലയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ നിങ്ങൾ സൂറത്തുൽ ആലയിലെയും അതേപോലെ സൂറത്തുൽ ലഹബിലെയും അതേപോലെ യസ്ലയുടെ രൂപഭേദങ്ങൾ വന്നിരിക്കുന്ന ഭാഗങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അർത്ഥം മാറിയും തിരിഞ്ഞും കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്തിരിക്കുന്നു നോക്കും. ആ ട്രാൻസ്ലേറ്റർ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്? മറ്റു ഭാഗത്ത് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി. അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ഡിക്ഷണറി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് രണ്ട് അർത്ഥവും ഇതിനുണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് പ്രവേശിച്ചെരിയും എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ചില സ്ഥലത്ത് എരിയുക എന്ന അർത്ഥത്തിലായിരിക്കും യസ്ല ഉപയോഗിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് പ്രവേശിക്കുക എന്ന അർത്ഥത്തിലായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് പ്രവേശിച്ചെരിയും എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നത്. തസ്ല നാറൻ ഹാമിയത്തൻ. ഹാമിയത്ത് എന്ന് പറഞ്ഞാൽ ചൂടേറിയ. തസ്ല നാറൻ ഹാമിയത്തൻ. പിന്നെ തുസ്ക. തുസ്ക കുടിപ്പിക്കപ്പെടും. കുടിപ്പിക്കപ്പെടും.
തുസ്ക. തുസ്ക നമ്മൾ ദിനേന പറയുന്നൊരു വാക്കാണല്ലോ. എന്താണത്? ദിനേന പറയുന്ന വാക്കാണ്. ദിനേന പറയുന്നൊരു വാക്കാണ്. ആർക്കും ഓർമ്മയില്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുള്ളതുകൊണ്ടാണ്. മാഷാ അല്ലാഹ്, കിട്ടിപ്പോയി. അതാമനി വസഖാനി, ഭക്ഷണത്തിന്റെ കാര്യം ആർക്കും ഓർമ്മയില്ല, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് വാക്ക് കിട്ടിയിരിക്കുന്നു. ചിലർ ദ്വാ ആഫ്റ്റർ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ അതാമനി വസഖാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർമ്മയുണ്ട്. അപ്പൊ സക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സക്ക കുടിപ്പിച്ചു. സക്ക അതിന്റെ അപൂർണക്രിയ യസ്കൈ. സൂറത്ത് യൂസഫിലുണ്ട്. അമ്മൽ ആഖറു, എന്താണ്? യസ്കി റബ്ബഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ യജമാനെ കുടിപ്പിക്കും എന്നൊരു വാക്ക് സൂറത്ത് യൂസഫിലുണ്ട്. ജ്യൂസ് പിഴിഞ്ഞിട്ട് കുടിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ സക്ക ഉണ്ട്, സക്കായുണ്ട്, യസ്കിയുണ്ട് ഖുറാനിൽ. സക്ക എന്നത് എന്താണ്? മൂസ നബി അലൈഹി സ്വലാം ആ പെൺകുട്ടികളുടെ ആടിന് വെള്ളം കൊടുത്തില്ലേ, അവിടെ പറയുന്നുണ്ട് ഫസക്ക ലഹുമ, സക്ക ലഹുമ. അവർ രണ്ടുപേർക്കും മൂസ നബി അലൈഹി സ്വലാം വെള്ളം കൊടുത്തു, അല്ലെങ്കിൽ കുടിപ്പിച്ചു. അവർക്ക് വേണ്ടി മൂസ നബി അലൈഹി സ്വലാം കുടിപ്പിച്ചു. അപ്പോ സക്ക അതിന്റെ എന്താണ്? സക്കായുടെ അപൂർണക്രിയ യസ്കൈ. യസ്കൈ. അപ്പോ അവൾ കുടിക്കും എന്നെങ്ങനെ പറയണം? തസ്കൈ. ഹുവ യസ്കൈ, ഹിയ തസ്കൈ അല്ലേ? ഹിയ തസ്കൈ. പിന്നെ എന്ത് ചെയ്തു? അതിനെ നസറ യൻസുറു പോലെ, നസറ നുസിറ ആക്കിയതുപോലെ എന്ത് ചെയ്തു? നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. യൻസുറു സഹായിക്കുന്നു, യുൻ സറു സഹായിക്കപ്പെടുന്നു, യുൻ സറു. അപ്പൊ എന്തായി? മധ്യത്ത് ഫത്തഹായി. അപ്പോ തുസ്ക അവസാനത്തെ ദുർബലാക്ഷരമായതുകൊണ്ട് അവസാനത്തെ അടയാളം വെളിവാകുന്നില്ല. തുസ്ക കുടിപ്പിക്കപ്പെടുന്നു. അവൾ കുടിപ്പിക്കപ്പെടുമെന്നാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വുജൂഹ് എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അവ കുടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞത്. സുഖിയ. സുഖിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുഖിയ, സുഖിയ. അതെ, നാഖത്തല്ലാഹി വസുഖിയാഹ വഖാലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. അപ്പോ സുഖിയ എന്ന അതിന്റെ ക്രിയാധാതുവും വന്നു, ജലപാനം. അപ്പോ തുസ്ക കുടിപ്പിക്കപ്പെടും. സ്ത്രീലിംഗ ഏകവചനത്തിലാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവൾ കുടിപ്പിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഖുർആൻ ആശയം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് മറ്റൊരു ഭാഷ ഉപയോഗിക്കാമെങ്കിലും പിന്നീട് നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും ചിന്തിക്കുന്നതും എന്തിലായിരിക്കണം? അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഖുർആന്റെ അന്തസത്തയും ചൈതന്യവും ചോർന്നു പോകാതെ നമുക്ക് ആശയം മനസ്സിലാവുകയുള്ളൂ. കാരണം ഖുർആൻ ഉപയോഗിച്ചത് സ്ത്രീലിംഗ ഏകവചനമാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അവ കുടിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അത്
മലയാളത്തിൽ നമുക്ക് അങ്ങനെ അവൾ കുടിപ്പിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും ഇവിടെ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വുജൂഹുൻ മുഖങ്ങൾ ആയതുകൊണ്ട് അവ കുടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞത്. തുസ്ക മിൻ ഐനിൻ, ഐന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐനുൻ ബഹുവചനം അയ്യൂനുൻ, ഐനുൻ ബഹുവചനം അയ്യൂനുൻ ആണെങ്കിൽ അരുവിയാണ്, ഐനുൻ ബഹുവചനം അയ്യൂനുൻ ആണെങ്കിൽ കണ്ണുകളാണ്. അപ്പോൾ മിൻ ഐനിൻ ആനിയത്തിൻ, അവ ഒരു അരുവിയിൽ നിന്നാണ് കുടിപ്പിക്കപ്പെടുന്നത്. കാരണം അവർക്ക് ദാഹം ഉണ്ടാവും. ദാഹിക്കുമ്പോൾ അവർ വെള്ളം ആവശ്യപ്പെടും. വെള്ളം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഒരു അരുവിയിൽ നിന്നാണ്. പക്ഷെ ആ അരുവി എന്താണ്? നല്ല കുളിർമയുള്ള തെളിനീര് കിട്ടുന്ന അരുവിയല്ല, മറിച്ച് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അവിടെ ആ അരുവിയിലുള്ളത്. അതാണ് ഐനിൻ ആനിയത്തിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഐന് സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതിനെ ആനിയത്തുൻ എന്ന സ്ത്രീലിംഗ പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സിഫത്ത് വിശേഷണം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ വിശേഷണം ഏതിനാണോ വിശേഷിപ്പിക്കുന്നത് അതും വിശേഷിപ്പിക്കുന്ന പദവും എന്തായിരിക്കും? ഒരേ ഇനത്തിൽപ്പെട്ടതായിരിക്കും. ഐനുൻ എന്നത് സ്ത്രീലിംഗമാണെങ്കിലാണ് ആനിയത്തിന് സ്ത്രീലിംഗമാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ പദങ്ങൾ സ്ത്രീലിംഗ പദമാണ് എന്നത്. ഐനുൻ ആനിയത്തിൻ. അപ്പോൾ ഐനിൻ ആനിയത്തിൻ, ചുട്ടുകൊള്ളുന്ന അരുവിയിൽ നിന്ന് അത് കുടിപ്പിക്കപ്പെടും. ലൈസ ലഹും തആമുൻ. ഇപ്പം ലൈസ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈസ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? അലൈസ അല്ലാഹു അഹ്കമുൽ ഹാക്കിമീൻ, അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. ലൈസ ഇല്ല അല്ല, ഇല്ല അല്ല. ലൈസ ലഹും ഇവിടെ ഇല്ല, ലഹും അവർക്കില്ല. തആം ആഹാരമില്ല. ഇല്ല മിൻ ദരിയ, ദരിയയിൽ നിന്നുള്ളതല്ലാതെ. ദരിയ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള ഒരു ഇനം ചെടിയാണ്. നമ്മൾ വെജിറ്റബിളൊക്കെ കഴിക്കുമല്ലേ? അപ്പോൾ അതേപോലെ കഴിക്കും, വെജിറ്റബിൾ പോലെ കഴിക്കും. പക്ഷെ എന്താണത്? അത് മുള്ളാണ്. ആ മുള്ള് തൊണ്ടയിൽ കൊള്ളും. മുള്ള് തൊണ്ടയിൽ കൊണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് തിന്നാൻ ഇറക്കാനും പറ്റില്ല, ഇങ്ങോട്ട് തുപ്പിക്കളയാനും പറ്റില്ല. വിശപ്പുള്ളത് കൊണ്ട് തുപ്പിക്കളയാനും പറ്റുന്നില്ല, മുള്ളുള്ളത് കൊണ്ട് അകത്തേക്ക് ഇറക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും. അതാണ് ദരിയ. ഇല്ലാമിൻ ദരിയ. കയ്പും ഉണ്ടാകും അതിന്, അതേപോലെ അത് മുള്ള് ഉള്ളതുമായിരിക്കും. അതാണ് ദരിയ എന്ന് പറയുന്നത്. നമ്മുടെ കള്ളിമുള്ളിൻ്റെ വേറെ ഇനമായിരിക്കും. ലാ യുസ്മിനു, അസ്മന യുസ്മിനു എന്ന് പറഞ്ഞാൽ പോഷിപ്പിച്ചു, കൊഴുപ്പ് നൽകി. സംനുൻ നെയ്യ്, സംനുൻ നെയ്യ്. ഗൾഫിൽ പോയ ഉപയോഗം വരും. സംനുൻ നെയ്യ്. അപ്പൊ അതിൽ നിന്നാണ് അസ്മന കൊഴുപ്പുള്ളതാക്കി, അസ്മന അൻസര ഗ്രൂപ്പാക്കി. അൻസര ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അപൂർണക്രിയ എന്തായി? യുൻസിലു എന്നാവും. അപ്പോൾ യുസ്മിനു, ലാ യുസ്മിനു, അത് പോഷിപ്പിക്കുകയില്ല, പോഷണം നൽകുകയില്ല. വലാ യുഗ്നി, അപ്പം അത് തിന്നെന്ന് വിചാരിച്ചിട്ട് സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്ന പോലെ കരുത്തും ശേഷിയും ഉന്മേഷമൊന്നും ഉണ്ടാവുകയില്ല. വലാ യുഗ്നി നമ്മൾ പഠിച്ചു. മ അഗ്ന, അവന് പ്രയോജനപ്പെട്ടില്ല. അഗ്നയുടെ അപൂർണക്രിയയാണ് യുഗ്നി. അഗ്ന യുഗ്നി. അഗ്ന യുഗ്നിയുടെ കർത്താവിൻ്റെ രൂപം എങ്ങനെ വരും? മുഗ്നിൻ എന്ന് വരും. മുഗ്നിൻ.
അതിൻ്റെ ബഹുവചനം എന്ത് വരും? മൊഹനൂൻ. കേട്ടോ, ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എല്ലാ ക്രിയകളും ഇതേപോലെ പഠിപ്പിക്കുന്നില്ല, പട്ടിക പഠിപ്പിക്കുന്നില്ല. പക്ഷേ കുറച്ച് കിട്ടിയാൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടണം. അഞ്ചല യുൻസിലു അഗ്ന യുഗനി, അഴുത്തായി ഉഴത്തി നമ്മൾ പഠിച്ചപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ അഴുത്തായി ഉഴത്തി പോലെയാണ് അഗ്ന യുഗനി വന്നിരിക്കുന്നത്. അപ്പോൾ അഗ്ന യുഗനി, അഴുത്തായി ഉഴത്തിയുടെ കർത്താവിൻ്റെ രൂപം മുഴത്തിൻ. മുഴത്തിൻ, അതിൻ്റെ ബഹുവചനം മുഴത്തൂൻ. അതേപോലെ മൊഹനിൻ, മൊഹനൂൻ. വല യുഗനി മിൻ ജൂഅ്, ജൂഅ് വിശപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അൽ ഖുറൈശിൽ. അപ്പൊ അതുകൊണ്ട് വിശപ്പും മാറുന്നതല്ല. അപ്പോ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ഹലത്താക്ക ഹദീസുൽ ഖാശിയ. അപ്പോ ഖാശിയയുടെ കാര്യം മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു സംഗതി കൂടെ മനസ്സിലാക്കേണ്ടത്, അതായത് സൂറത്ത് സൽസല നമ്മൾ പഠിച്ചില്ലേ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജൽ അർദു അസ്ഖാലഹ വഖാല ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക അവഹാ ലഹ. എന്നിട്ട് എന്ത് ചെയ്തു? ബിഅന്ന റബ്ബക അവഹാ ലഹ. അപ്പോൾ അതിൽ ആദ്യ ഘട്ടം പറയുന്നത് എന്താണ്? ലോക അവസാനത്തെ കുറിച്ചാണ്. പിന്നീട് വമ്മാമൻ സഖുലത് മവാസീനു വമ്മാമൻ ഖഫത്ത് മവാസീനു ഒക്കെ പറയുന്നത് എന്തിനാണ്? ജഡ്ജ്മെന്റ് ഡേയെ കുറിച്ചാണ്. ഇപ്പൊ ഫൈനൽ ഡേയും ജഡ്ജ്മെന്റ് ഡേയ്ക്കും ഇടയിൽ ഒരുപാട് ദൈർഘ്യമുണ്ടാവും. ഫൈനൽ ഡേ എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുകയാണ്. ജഡ്ജ്മെന്റ് ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, ആദ്യം ഒരു 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 കാഹളത്തിൽ ഊതോട് കൂടി എന്താണ് ലോകം മുഴുവൻ അവസാനിക്കും. ആ ലോകം അവസാനിക്കുന്ന ഘട്ടമാണ് ആദ്യം പറഞ്ഞത് സൂറത്ത് സൽസലയിലും അതേപോലെ ഇവിടെയും പറയുന്നത്. ഹൽ അത്താക ഹദീസുൽ ഖാശിയത്തി വുജൂഹുൻ യൗമഇദിൻ ഖാശിയത്തുൻ ആമിലത്തുൻ നാസിബത്തുൻ. പിന്നീട് എന്താണ്? തസ്ലാ നാറൻ ഹാമിയത്തുൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? പിന്നീട് ജഡ്ജ്മെന്റ് ഡേ നടക്കുന്ന തുസ്കാമിൻ അയനിൻ ആനിയത്തിൻ എന്നൊക്കെ പറയുന്നത് ജഡ്ജ്മെന്റ് വിചാരണ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഉജൂഹിൻ യൗമഇദിൻ ഖാശിയത്തുൻ ആകാം. ഉജൂഹിൻ യൗമഇദിൻ ഖാശിയത്തുൻ പുനരുദ്ധാനത്തെക്കുറിച്ച്. അതേസമയം ഹൽ അത്താക ഹദീസുൽ ഖാശിയത്തി എന്ന് പറഞ്ഞ എന്താണ്? ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് കുറച്ച് വിശകലനം ചെയ്തുകൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞു, പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. ഈ ഭാഗം നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു. ഇതേപോലെ നിങ്ങൾ ഒരു വാക്കെടുത്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, പഠിപ്പിക്കുകയല്ല, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് VIP ക്രിയകളിലെ അവസാനത്തെ ഇനം. VIP ക്രിയകളിലെ അവസാനത്തെ ഇനം, അതായത് സവിശേഷതയുള്ള ക്രിയകളിലെ അവസാനത്തെ ഇനം ഷദ്ദുള്ള ക്രിയകളാണ്. ദുർബലാക്ഷരങ്ങളുള്ള ക്രിയകളും ഹംസ അടങ്ങിയ ക്രിയകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഷദ്ദുള്ള ക്രിയയാണ്. ഷദ്ദുള്ള ക്രിയ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനെ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഷദ്ദുള്ള ക്രിയകൾ എപ്പോഴും അതിൻ്റെ അപൂർണ ക്രിയ ഒരേപോലെ ആയിരിക്കുകയില്ല. അതേസമയം അതിൻ്റെ പൂർണ്ണക്രിയ ഒരേപോലെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അതായത് ഫതഹ, നസറ, ലറബ, സമിഅ എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം എന്താണ്? ആദ്യത്തെ അക്ഷരത്തിൻ്റെ അടയാളം ഫതഹാണ്. അപ്പോൾ പൂർണ്ണക്രിയയിൽ ആക്റ്റീവ് വോയിസിൽ, പാസീവ് വോയിസിൽ നമ്മൾ എന്ത് ചെയ്തു? ഫതഹ എന്നുള്ളത് ഫുതിഹയാക്കി. കർമ്മണി പ്രയോഗത്തിൽ, കർത്തരി പ്രയോഗത്തിൽ സാധാരണഗതിയിൽ ക്രിയകൾ എന്തായിരിക്കും? ഫതഹായിരിക്കും. അപ്പോൾ ലല്ല ആയിരുന്നാലും അതേപോലെ ലന്ന ആയിരുന്നാലും എന്തായിരിക്കും വരിക? ഫതഹായിരിക്കും വരിക. അതായത് ഫതഹ യഫ്ത ഗ്രൂപ്പിൽപ്പെട്ടതാണ് ക്രിയയെങ്കിലും, അതേപോലെ നസറ എൻസറു ഗ്രൂപ്പിൽപ്പെട്ടതായാലും, ലറബ ഗ്രൂപ്പിൽപ്പെട്ടതായാലും, സമിയ ഗ്രൂപ്പിൽപ്പെട്ടതായാലും
ആദ്യത്തെ അക്ഷരത്തിന് ഫത്ഹാണ്, അത് മാറുന്നില്ല. അവസാനത്തിൽ ഷദ്ദ് വരുന്നത് കൊണ്ട് മധ്യത്തെ അക്ഷരത്തിന്റെ അടയാളം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം പൂർണ്ണക്രിയയുടെ അവസാനത്തെ അടയാളവും ഫത്തഹാണ്. നസറ അല്ലെങ്കിൽ ഫത്തഹ, നസറ, ലറബ, സമിഅ എല്ലാം എന്താണ്? ഫത്തഹ കൊണ്ട് തുടക്കത്തിലും അവസാനത്തിലും എന്താണ്? ഫത്തഹാണ്. അപ്പോൾ ശബ്ദ അടങ്ങിയ ക്രിയയും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തുടക്കത്തിലും അവസാനത്തിലും ശബ്ദാണ്. മധ്യത്തെ അക്ഷരം തുടക്കത്തിലും അവസാനത്തിലും എന്താണ്? ഫത്തഹായിരിക്കും. മധ്യത്തെ അക്ഷരം നമുക്ക് അടയാളം അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ അപൂർണ ക്രിയ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പഠിച്ചേ പറ്റൂ. അപ്പോൾ അപൂർണ ക്രിയ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണം? ഇപ്പോൾ വല്ലയുടെ അപൂർണ ക്രിയ എന്താണ്? യദില്ലു, വല്ല യദില്ലു. അപ്പോൾ വല്ല യദില്ലു പോലെ വരുന്ന ക്രിയകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം കളക്ട് ചെയ്ത് 1 by 1 ആയിട്ട് അവിടെ എഴുതി വയ്ക്കണം. ഒരു ഭാഗത്ത് എഴുതി വയ്ക്കണം. വല്ല യദില്ലു വരുന്നത്, വല്ല യദില്ലു. വല്ല യദില്ലു എന്ന് അപൂർണ ക്രിയയിൽ കസ്ർ വരുന്നതുകൊണ്ട് എന്ത് ചെയ്തു? അതിൻ്റെ കൽപ്പന ക്രിയ എന്തായിരിക്കും? ലില്ല എന്നായിരിക്കും. കാരണം അപൂർണക്രിയയിൽ നിന്നാണ് കൽപ്പനക്രിയ വരുന്നത്. അപൂർണക്രിയയിൽ മധ്യത്ത് കസ്റാണെങ്കിൽ കൽപ്പനക്രിയയിൽ മധ്യത്ത് കസ്റായി. ഓക്കെ. അതേപോലെ രണ്ടാമത്തെ ഇനം ലന്ന യലുന്നു എന്നാണ് വരുന്നത്. ലന്ന യലുന്നു അപൂർണക്രിയയിൽ എന്ത് ചെയ്യുന്നു? ലമ്മാണ് വരുന്നത്. നസറ യൻസുറു ഗ്രൂപ്പിലാണ് ഉള്ളതാണത്. വല്ല യദില്ലു ആണെങ്കിലോ വല്ല യദില്ലു ലറബി യദ്രിബ് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും. വല്ല യദില്ലു. ലന്ന യലുന്നു, ലന്ന യലുന്നു. അപ്പൊ അത് യലുന്നു എന്ന് അതിന്റെ അപൂർണക്രിയ വരുന്നത് കൊണ്ട് അതിന്റെ കൽപ്പനക്രിയ എന്തായിരിക്കും? ലുന്ന എന്നായിരിക്കും. കാരണം അപൂർണക്രിയയിൽ നിന്നാണ് കൽപ്പനക്രിയ എടുക്കുന്നത്. അപൂർണക്രിയയിൽ മധ്യത്ത് എന്താണോ അതേ അവസ്ഥ തന്നെയായിരിക്കും കൽപ്പനക്രിയയിലും മധ്യത്ത് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ഞാൻ സൂചന മാത്രം. അതേസമയം ഇവിടെ നോക്കുക, മസ്സ. മസ്സ ഫത്തഹ കൊണ്ട് തുടങ്ങി ഫത്തഹയിൽ അവസാനിച്ചു. മധ്യത്തുള്ള അക്ഷരത്തിന്റെ അടയാളം നമുക്കറിയില്ല. ഇവിടെ ലന്നയും വല്ലയും ലന്നയും പറഞ്ഞപ്പോൾ അതിൻ്റെ ഷെദ് ഇളക്കിയപ്പോൾ അല്ലെങ്കിൽ ഷെദ് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? വല്ല വല്ലു, ലലൽത്ത ലലൽത്തും എന്നാണ് വന്നത്. ലലൽത്ത ലലൽത്തും ഷെദ് അഴിച്ചപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഷെദ് അഴിക്കണം. അതേസമയം ലന്നയാണെങ്കിലോ ലന്നയും അതേപോലെ തന്നെയാണ്. ലന്ന ലന്നു, ലനൻറ്റ ലനൻതും അതേപോലെ തന്നെയാണ്. പൂർണ്ണക്രിയയിൽ മാറ്റമില്ല. പൂർണ്ണക്രിയയിൽ മാറ്റമില്ല. അതേസമയം മസ്സയാണെങ്കിലോ മസ്സ മസു, മസ്സു, മസിസ്ത മസിസ്തും എന്നാണ് വരുന്നത്. അവിടെ എന്തായി? പൂർണ്ണക്രിയയിൽ തന്നെ മസിസ്ത. അപ്പോൾ എന്താണ്? സമയ ഗ്രൂപ്പാണ്. സമയത്ത സമയത്തും. അവിടെ അപൂർണ രണ്ടാമത്തെ വരിയിൽ എന്ത് ചെയ്യണം? ഷദ് മാറ്റണം എന്ന് തന്നെയല്ല ഇതിൻ്റെ. അപ്പൊ സമയ ഗ്രൂപ്പിന്റെ അപൂർണക്രിയ എന്താണ്? യസ്മഉ എന്നാണ്. അതുകൊണ്ട് ഇവിടെ എന്താവും? മസ്സ യമസ്സു. അപൂർണക്രിയയിൽ എന്ത് വന്നു? മധ്യത്ത് മീമിന് ഫത്തഹ് വന്നു. യമസ്സു, മസ്സ യമസ്സു. ലന്നയാണെങ്കിലോ ലന്ന, ആദ്യം പഠിച്ചത് വല്ല. വല്ലയാണെങ്കിൽ വല്ല യദില്ലു. അപൂർണക്രിയയിൽ എന്ത് വന്നു? കസ്ർ വന്നു. അപ്പോൾ അത് നിങ്ങൾ ഒരു പേജിൽ എഴുതി വെച്ചിട്ട് അതേപോലെ അപൂർണക്രിയ വരുന്ന മറ്റ് ക്രിയകൾ കിട്ടിയാൽ അവിടെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം.
അത് കണ്ടുപിടിക്കാൻ വേണ്ടി വായിക്കണം കേട്ടോ. പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്. ഒരാശയം അവരുടെ മനസ്സിൽ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ആശയം ഖുർആനിൽ എവിടെയെല്ലാം വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ ചിന്തയിലായിരിക്കും അവർ വായിക്കുന്നത്. അങ്ങനെയാണ് കനപ്പെട്ട ലേഖനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ തേർഡ് ഐ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. രണ്ട് കണ്ണ് നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടല്ലോ, മൂന്നാമതൊരു കണ്ണുണ്ട്, അതാണ് അകക്കണ്ണെന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഖുർആന്റെ വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അകക്കണ്ണ് തുറക്കുന്നത്. അള്ളാഹു തുറന്നു കൊടുക്കും. അള്ളാഹു ശരിയായ വഴിയിൽ അവൻ ഒരു പണ്ഡിതൻ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ചിന്തയുടെ പ്രാരംഭ ദശ എന്ന നിലയ്ക്ക് ഈ വാക്ക് വന്നിരിക്കുന്നു, ഈ വാക്ക്, ഈ രീതിയിലുള്ള വാക്ക് എവിടെയൊക്കെ വന്നിരിക്കുന്നു, ഏതൊക്കെ വാക്ക് അങ്ങനെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് ഭാഷാപരമായ ഒരു പഠനം നടത്തിയതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആശയപരമായി ചിന്തിക്കാം. അപ്പോൾ അപ്പോൾ ഒന്നാമത്തത് ലല്ല യദില്ലു, അപൂർണക്രിയയിൽ കെസ്ർ വരുന്നത്. രണ്ടാമത് അപൂർണക്രിയയിൽ ലം വരുന്നത്, ലന്ന യലുന്നു. മൂന്നാമത് പൂർണ്ണക്രിയയിൽ തന്നെ എന്ത് വരുന്നത്? വരുമെന്ന് നോക്കുക, എനിക്ക് ഓർമ്മയില്ല ഏത് ക്രിയയാണ് വന്നിരിക്കുന്നതെന്ന്. പൂർണ്ണക്രിയയിൽ തന്നെ മസിസ്തും പോലെ വരുന്നത്. അതായത് രണ്ടക്ഷരവും മധ്യത്തുള്ള രണ്ടക്ഷരങ്ങൾ എന്താണ്? ഒരേ അക്ഷരത്തിൽപ്പെട്ടതാണ്. മസിസ്ത വരുമ്പോൾ അവസാനത്തെ രണ്ടക്ഷരങ്ങളാണ്. മസ്സ എന്ന് പറയുമ്പോൾ അവസാനത്തെ രണ്ടക്ഷരങ്ങളാണ്. അതിനോട് താഴെ ഇറക്കുമ്പോൾ എന്തായി? നമുക്ക് നമ്മുടെ കാഴ്ചയിൽ തുടക്കത്തിലും അവസാനത്തിലും വേറെ വേറെ അക്ഷരം, മധ്യത്തിൽ രണ്ടക്ഷരം ഒരേപോലുള്ളത് എന്ന് തന്നെയല്ല അതിൻ്റെ അപൂർണക്രിയ യമസ്സു പോലെ മധ്യത്ത് ഫത്തഹ് വരിക. യമസ്സു യമസ്സൂന, തമസ്സു തമസ്സൂന. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ലന്ന യലുന്നു, കൽപ്പന എന്താണ്? ലുന്ന. വല്ല യദില്ലു, കൽപ്പന എന്താണ്? ദില്ല. മസ്സ യമസ്സുവിന്റെ കൽപ്പന എന്താണ്? മസ്സ. കാരണം അതിൻ്റെ അപൂർണക്രിയയിൽ മീമിന് ഫത്തഹാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാം? മസ്സ എന്ന് കൽപ്പനക്രിയ എടുക്കാം. പക്ഷേ അത് പൂർണ്ണക്രിയയുമായി യോജിച്ച് വരുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഇംസസ് എന്ന് കെട്ടഴിച്ചിട്ടാണ് അധികം ഉപയോഗിക്കൽ. അങ്ങനെയും ഉപയോഗിക്കാം, ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. കവികളൊക്കെ ചിലപ്പോൾ രണ്ടും ഉപയോഗിച്ച് കളയും. അപ്പോൾ ഇംസസ് എന്ന് വന്നാൽ ഇംസസു എന്ന് പറയാം, കുഴപ്പമില്ല. ഇംസസു എന്ന് പറയാം. അതേപോലെ മസ്സു എന്ന് പറഞ്ഞ പ്രകാരം ഇംസസ് കഴിഞ്ഞിട്ട് മസ്സു എന്നും പറയാം. ഓക്കെ. മാസുൻ മംസൂസുൻ മസ്സുൻ, മാസുൻ മംസൂസുൻ മസ്സുൻ. ഇതൊരു പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ബുക്കിൽ ആ ഭാഗത്ത് എഴുതി വെക്കണം. മസ്സ മസ്സു, മസിസ്ത മസിസ്തും, മസിസ്തു മസിസ്ന, യമസ്സു യമസ്സൂന, തമസ്സു തമസ്സൂന, അമസ്സു നമസ്സു, ഇംസസ് ഇംസസു അല്ലെങ്കിൽ ഇംസസ് മസ്സു, ലാ തംസസ് ലാ തമസ്സു, മാസുൻ സ്പർശിക്കുന്നവൻ, മസ്സ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു എന്നാണ്. മാസുൻ സ്പർശിക്കുന്നവൻ, മംസൂസുൻ സ്പർശിക്കപ്പെട്ടത്, മസ്സുൻ സ്പർശനം. മസ്സത്ത് അവൾ സ്പർശിച്ചു, തമസ്സു അവൾ സ്പർശിക്കുന്നു. മസ്സത്ത് ഹുമുൽ ബഅ്സാ വദ്ദറാ. ഇപ്പൊ മസ്സ എന്ന് പറഞ്ഞാൽ അവരെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ബാധിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ള ഭാഗം പേജ് 7 വായിച്ചു നോക്കാനുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമുക്കിത് വായിക്കാനെടുക്കും. നമ്മൾ പ്രൈം ടൈം കഴിഞ്ഞിട്ടുണ്ട്. സൗകര്യമുള്ളവർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്തവർ ക്ലാസ് ലോഗൗട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ 7-ാം പേജ് കൂലങ്കഷമായി വായിച്ചു നോക്കണം. ഇവിടെ ഞാൻ കൂലങ്കഷമായി വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം.
ഉൽ നഹ്ബിത്തു മിൻഹ ജമീഅൻ. ഇഹ്ബിത്തു എന്നത് നാം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പഠിക്കാത്ത വാക്കിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. ജമീഅൻ എന്ന് പറഞ്ഞാൽ ജമഅ ഒരുമിച്ച് കൂട്ടി, ജംഅ് ഒരുമിച്ച് കൂട്ടൽ. ജമീഅ എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെങ്കിൽ ഒരുമിച്ച്. ഇവിടെ ഒരുമിച്ച് എന്ന അർത്ഥമാണ് ഉള്ളത്. ഇമ്മ യഅ്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ. മിന്നി ഹുദൻ അവിടെ വരെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇതിൽ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടില്ല. അതെന്താണ്? യഅ്തിയ കഴിഞ്ഞതിന് ശേഷം ഒരു ന വന്നിട്ടുണ്ട്. യഅ്തിയ, യഅ്തി വരും, യഅ്തിയന്ന തീർച്ചയായും വരും, തീർച്ചയായും വരും. നമ്മൾ യുമ്പ തന്നെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ന ക്രിയയ്ക്ക് മുമ്പ് വരും. ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ്. ഇന്ന വരുമ്പോൾ നാമവാക്യത്തിൽ ആദ്യം ഇന്ന വരും. അതേസമയം ക്രിയയോടൊപ്പം ഇന്ന വരുമ്പോൾ ക്രിയയുടെ അവസാനത്തിൽ ഇന്ന വരും. രണ്ടിൻ്റെ അർത്ഥം തീർച്ചയായും എന്നാണ്. അളിരിബു അല്ലെങ്കിൽ പോട്ടെ, അടിക്കണ്ട നമുക്ക്. അൻസുറു ഞാൻ സഹായിക്കുന്നു. അൻസുറന്ന, അൻസുറന്ന തീർച്ചയായും ഞാൻ സഹായിക്കും. യൻസുറന്ന തീർച്ചയായും അവൻ സഹായിക്കും. വലയൻസുറന്നല്ലാഹു മൻ യൻസുർഹു, വലയൻസുറന്നല്ലാഹു മൻ യൻസുർഹു. ഒന്നുകൂടെ പറയാം, കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടതാണത്. വലയൻസുറന്നല്ലാഹു മൻ യൻസുർഹു, അള്ളാഹു തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും അവനെ സഹായിക്കുന്നവരെയെല്ലാം. കേട്ടാ? അപ്പോ യൻസുറന്ന അപ്പൊ യൻസുറു എന്നതിന്റെ അവസാനത്തിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നീട് യൻസുറു എന്ന് ലം ഉണ്ടാവില്ല, അതും കൂടെ എന്താവും? ലമ്മിനെ ഫത്തഹാക്കും. അതേപോലെ യഅ്തിയന്ന, അത്താ യഅ്തി വന്നു, യഅ്തിയന്നകും തീർച്ചയായും നിങ്ങളുടെ അടുക്കൽ വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മ ഇമ്മ എന്താണ്? കണ്ടീഷൻ. മിന്നി ഹുദൻ എൻ്റെ അടുക്കൽ നിന്നും മാർഗദർശനം വന്നാൽ. പിന്നെ തബിഅ ഹുദായ, തബിഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ്. അപ്പൊ പിന്നെ കഴിഞ്ഞ വാക്ക് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുമെന്നാണ്. ഹബത്ത ഇറങ്ങി. ഹുബൂത്ത് എന്ന വാക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് പറയുന്നത്. ഹുബൂത്ത്. അപ്പോ ഹബിത്ത, ഹബിത്ത യഹ്ബിത്തു, യഹ്ബിത്ത്, യഹ്ബിത്തു നിങ്ങൾ പുറത്തു പോകൂ, മിൻഹ അവിടെ നിന്നും, ജമീഅൻ എല്ലാവരും. ഫൈമ യഅ്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ ലാ ഖൗഫുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫിന്റെ മറ്റൊരു പദമാണ് ഹസിന, യഹ്സുനു, നസറ യൻസുറു. ഹസിന ദുഃഖിച്ചു, ലാ തഹ്സൻ, ഹസിന യഹ്സനു ആണ്, യഹ്സനു. യഹ്സുനു എന്നും വന്നിട്ടുണ്ട്, യഹ്സുനു എന്നും യഹ്സനു എന്നും വന്നു. യഹ്സനു എന്നത് അപൂർണ ക്രിയയ്ക്ക് ഫത്തഹാണ് ഖുർആനിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? ലാ തഹ്സൻ എന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. ലാ തഹ്സൻ, നീ ദുഃഖിക്കരുത്. അപ്പൊ എന്താണ്? അപൂർണ ക്രിയയില് ഫത്തഹാണ് വന്നിരിക്കുന്നത്. വലാഹും യഹ്സനൂൻ ഇവിടെയും വന്നിട്ടുണ്ട്, യഹ്സനൂൻ. അവര് ദുഃഖിക്കുന്നവരുമല്ല. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാർ, അത് പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഹും ഫിഹാ ഖാലിദൂൻ അവിടം വരെ പഠിച്ചു. എന്താണ്? വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, സത്യത്തെ നിഷേധിക്കുകയും കദ്ദബു ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തെളിവുകളെ കളവാക്കുകയും ചെയ്തവർ, ഉലൈക അവർ തന്നെയാണ് അസ്ഹാബുൻ നാർ നരകവാസികൾ. ഉലൈക റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞത്. വല്ലദീന കഫറു കദ്ദബു ബിആയാതിന അസ്ഹാബുൻ നാർ എന്ന് പറഞ്ഞാൽ മതി. ഉലൈക എന്ന് പറഞ്ഞ എന്തിനാണ്? ഉലൈക വീണ്ടും പറഞ്ഞ് അവർ തന്നെയാണ് എന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ്. അസ്ഹാബുൻ നാരി നരകത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ നരകത്തിന്റെ സുഹൃത്തുക്കൾ. ഹും ഫിഹാ ഖാലിദൂൻ അവരവിടെ നിത്യവാസികളായിരിക്കും.
യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅഫു ബിഅഹ്ദി ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അതുവരെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കും അന്നാമ എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന്. അന്നാമ പഠിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ട്? അന്നാമ പഠിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ആരും പഠിച്ചിട്ടില്ലേ? അന്നാമ പഠിച്ചിട്ടുള്ള ആരും ഇല്ല. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ആരും പഠിച്ചില്ലേ? അന്നാമ. അപ്പോൾ അൻഅംത അലൈഹിം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അൻഅംത എന്ന് പറഞ്ഞാൽ അൻഅംത നീ അനുഗ്രഹം ചെയ്തു, അൻഅംതു ഞാൻ അനുഗ്രഹം ചെയ്തു, നിഅമത്ത് അനുഗ്രഹം. അപ്പോൾ ഉദ്കുറു നിഅമതി എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കുക, അല്ലത്തി അൻഅംതു അലൈക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതായ. പിന്നെ ഔഫു ബി അഹ്ദി, അഹദ് വന്നിട്ടില്ല. ഊഫി ബി അഹദിക്കും ഇയ്യായ ഫർഹബൂൻ. ഇയ്യായ എന്ന വാക്ക് ഓർമ്മിച്ച് വെച്ചോളണം. ഇയ്യായ പഠിച്ച ആരൊക്കെ ഉണ്ട്? ഇയ്യായ പഠിച്ച ആരൊക്കെ ഉണ്ട്? അപ്പൊ ഇയ്യാക്ക പഠിച്ചു. ഇയ്യാക്ക പഠിച്ചപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞു നോക്കാം നമുക്ക്. ഇയാഹു അവനെ മാത്രം, ഇയാഹും അവരെ മാത്രം, ഇയ്യാക്ക നിന്നെ മാത്രം, ഇയാക്കും നിങ്ങളെ മാത്രം, ഇയ്യായ എന്നെ മാത്രം. കേട്ടോ? ഇയ്യാന ഞങ്ങളെ മാത്രം, അല്ലെങ്കിൽ നമ്മെ മാത്രം. ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. പിന്നെ ഇയ്യാക്ക നഅബുദു വഇയ്യാക നസ്തഈൻ. പിന്നെ ഇയ്യായ ഇവിടെ വന്നിട്ടുണ്ട്, ഇയ്യായ ഫർഹബൂൻ. അതേപോലെ ഇൻ കുന്തും ഇയ്യാന തഅബുദൂൻ എന്നും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ മാത്രമാണ്, നമ്മെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ. അടുത്ത് വ ആമിനു, ഫർഹബൂൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. വ ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി. അവിടെ സദ്ദഖ സത്യപ്പെടുത്തി നമ്മൾ പഠിച്ചോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സദ്ദഖ സത്യപ്പെടുത്തി, സദ്ദഖ സത്യപ്പെടുത്തി, അതാണ് മുസദ്ദിഖുൻ. കദ്ദബ കളവാക്കി, മുകദ്ദിബ് കളവാക്കുന്നവൻ. അപ്പോൾ വ ആമിനു ബിമാ അൻസൽതു, ഞാൻ ഇറക്കിയതിനെ നിങ്ങൾ വിശ്വസിക്കുക. എങ്ങനെയാണ് ഞാൻ ഇറക്കിയത്? മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നതായ കാര്യം, സത്യപ്പെടുത്തുന്നതായ നിലയിൽ, ലിമാ മഅക്കും നിങ്ങളോടൊപ്പമുള്ളതിനെ എന്ന് പറഞ്ഞാൽ നേരത്തെ വേദഗ്രന്ഥം ഇറക്കിയ ആ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നതായിട്ടുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ അതിനെ ആദ്യം നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളെ നിങ്ങളാകാൻ പാടില്ല. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിഷേധിക്കുന്നവരായിക്കളയല്ലേ എന്നാണ് പറയുന്നത്. അവ്വല കാഫിരിൻ ബിഹി. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. കതമ യക്തുമൂൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഈ വഅൻതും തഅലമൂൻ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളാം. അതായത് വ അൻതും തഅലമൂൻ, വ എന്താണ്? വാ ഇവിടെ എന്ന അർത്ഥത്തിലുള്ള വായല്ല, മറിച്ച് എന്താണ്? വാവുൽ ഹാല്, വാവുൽ ഹാലാണ്. അത് നമ്മൾ സന്ദർഭത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് വാവുൽ ഹാലാണോ എന്ന്. ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ വിവരിക്കുന്ന വാവ്. വാവുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ വിവരിക്കുന്ന വാവ്. നമ്മൾ രണ്ട് വാവ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വലദ്ദാലീൻ. അപ്പോൾ എന്ന അർത്ഥത്തിലുള്ള വാവ് പഠിച്ചു. പിന്നെ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സത്യം ചെയ്യാനുള്ള വാവ് പഠിച്ചു. മൂന്നാമത്തെ വാ എന്താണ്? വാവുൽ ഹാൽ,
അവസ്ഥ പറയാനുള്ള വാവ്. എന്താണ്? ഉദാഹരണമായിട്ട് ഇവിടെ പറയാം, ലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിലി, നിങ്ങൾ എന്ത് ചെയ്യരുത്, സത്യത്തെ ഇടകലർത്തരുത്. ലാ തൽബിസുൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, മിക്സപ്പ് ആകരുത്, അൽ ഹക്ക, സത്യത്തെ, ബിൽ ബാത്തിലി, അസത്യവുമായി, തക്തുമുൽ ഹക്ക, അങ്ങനെ സത്യത്തെ അസത്യവുമായി ഇടകലർത്തിയിട്ട് സത്യത്തെ മറച്ചു വെക്കരുത് നിങ്ങൾ. തക്തുമുൽ ഹക്ക, അങ്ങനെ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അപ്പോ മിക്കവാറും ഈ വാവ് അവസാനം വന്നിട്ടുള്ള വാവുണ്ടല്ലോ, വ അൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കെ, അങ്ങനെ വരുന്ന ആയത്തിന്റെ അവസാനം വരുന്ന ഇതേപോലെ വ അൻതും തഅലമൂൻ എന്നൊക്കെ വരുന്ന സന്ദർഭം എന്തായിരിക്കും? വാവുൽ ഹാലായിരിക്കും. പിന്നെ വഅഖീമുസ്സലാത്ത വആത്തുസ്സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചതാണ്. വഅഖീമുസ്സലാത്ത, അഖാമ നിലനിർത്തി, അസ്സലാത്ത നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, വആതു, ആത യുഅതി നൽകി, വആതു നിങ്ങൾ നൽകുക, സകാത്ത സകാത്ത് നൽകുക, വർക്കഉ നിങ്ങൾ റുക്കൂ ചെയ്യുക, മഅർ റാക്കിഈൻ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം. ഒറ്റയ്ക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്, കോവിലിന്റെ കാര്യത്തല്ല കേട്ടോ. സാധാരണഗതിയിൽ എന്ത് ചെയ്യണം? ഇർക്കഉ, നിങ്ങൾ റുക്കൂ ചെയ്യണം, മഅർ റാക്കിഈൻ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത പകുതിയും കൂടെ നിങ്ങൾ വായിച്ച് വിശകലനം ചെയ്യുക. നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഭാഗങ്ങൾ, യാ ബനി ഇസ്രായേൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. അപ്പോൾ അവിടെ ഫദ്ദല എന്നൊരു വാക്ക് മാത്രമാണ് പുതിയ വാക്ക്. വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത നൽകി, അലൽ ആലമീൻ ലോകരിൽ വെച്ച് നിങ്ങൾക്ക് നാം ശ്രേഷ്ഠത നൽകി. അപ്പോൾ 2-3 പ്രാവശ്യം നിങ്ങളത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് അറിയുന്ന വാക്കുകൾ ഏത്, അറിയുന്ന വാക്കുകൾ ഏത്, അറിയുന്ന വാക്കുകളെന്ന് നോക്കണം. പിന്നെ നോക്കേണ്ടത് അറിയാത്ത വാക്കുകളല്ല, പുതിയ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. രണ്ടും ഒന്നാണ്, പക്ഷേ നമ്മുടെ മെന്റാലിറ്റിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അറിയാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ദിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ന്യൂ വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ന്യൂ വേർഡ്സ് ആണ്. ഇത് എന്താണ്? ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്, ഒരു ഷോറൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മുടെ ചിന്താഗതി? 2 ഇരയെ കിട്ടി എന്നാണോ ചിന്താഗതി? അതല്ല 2 ശല്യങ്ങൾ കയറി വരുന്നെന്നാണോ? വരുന്ന ഇപ്പോൾ അടയ്ക്കാൻ നേരത്തെ 2 കയറി വരുന്നെന്ന് പറയും. എന്താണ് അവസ്ഥ? അതല്ല, എന്തായിരുന്നാലും ഇതുവരെ ഒരു കച്ചവടം നടന്നിട്ടില്ല, ഇപ്പോഴെങ്കിലും 2 കസ്റ്റമർമാരെ കിട്ടി എന്ന അർത്ഥത്തിലാണെങ്കിൽ 2 പേരുടെയും മാനസികാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു ഇരയെ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഒരു കച്ചവടം നടക്കും എന്ന ഒരു ആകാംക്ഷയാണെങ്കിൽ അയാൾ കച്ചവടം നടത്തും, അയാൾ സാധനം വാങ്ങുകയും ചെയ്യും. അതേസമയം ഇപ്പോൾ ശല്യക്കാരന് വന്നിരിക്കുന്നു എന്ന നെഗറ്റീവ് എനർജിയാണ് ആയിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ വരെയും നോക്കുകയും പോവും, കച്ചവടം നടക്കില്ല. എന്ന് പറഞ്ഞതുപോലെ ഇതിലാണ് നമുക്ക് പഠിക്കാത്ത വാക്കുകളാണല്ലോ. ഇതൊന്നും ഉസ്താദ് പഠിപ്പിച്ചില്ലല്ലോ, 70% വാക്ക് പഠിച്ചിട്ട് നമ്മൾ ഇതൊന്നും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് 2 പുതിയ വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിഭാഷ നോക്കി കണ്ടുപിടിച്ച് കളയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പുതിയ വാക്കുകളെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഏതായാലും വൈകിയ വേളയിൽ നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഇനിയും നിലനിൽക്കുന്നുണ്ട്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ ഗണത്തിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അവസാനത്തെ ട്രയൽ പേജ് നമ്മൾ പഠിച്ച പദങ്ങൾ അടങ്ങുന്ന ഭാഗമായിരിക്കും ചോദിക്കുക. അതേസമയം ട്രയൽ പേജിൽ വായിച്ചു തന്ന പ്രത്യേക പദങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഫദ്ദല, ശ്രേഷ്ഠത നൽകി ഞാൻ പഠിപ്പിച്ചിപ്പോൾ. അതേപോലെ അൻഅംതു പഠിപ്പിച്ചു, അന്നാമയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ പഠിച്ചതായി മനസ്സിലാക്കാം. അതേപോലെ ഇയ്യാക്ക, ഇയ്യായ, ഇയ്യാഹു, ഇയ്യാന പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള ഭാഗങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. അതല്ലാതെയുള്ള പുതിയ വാക്കുകൾ നമുക്ക് പ്രയാസം, മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ നിൽക്കാത്ത പുതിയ വാക്കുകൾ. ഞാൻ സദ്ദക്ക പറഞ്ഞു, സദ്ദക്ക നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സിദ്ദീഖ്, എന്താണ് സിദ്ദീഖ് എന്ന അർത്ഥം പറഞ്ഞു? സിദ്ദീഖിന്റെ അർത്ഥം എന്തായിരിക്കും? മുസദ്ദിഖിനെയാണ് ഇവിടെ സിദ്ദീഖ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മുസദ്ദിഖ്
അബൂബക്കർ സിദ്ദീഖ് ഉണ്ടല്ലോ. അപ്പോൾ മുസദ്ദിഖിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് സിദ്ദീഖ്. മുസദ്ദിഖ് എന്താണ്? സത്യപ്പെടുത്തുന്നവൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ശത്രുക്കൾ പറഞ്ഞു, ചങ്ങാതി, നിന്റെ സുഹൃത്തുണ്ട് ഇന്നലെ രാത്രി അവിടെ ഈ ആകാശ ലോകത്തൊക്കെ പോയി ബൈത്തുൽ മുഖദ്ദിസിലൊക്കെ പോയിട്ട് നമസ്കരിച്ചിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ പ്രാന്താണ് പറയുന്നതെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതിനിടയ്ക്ക് ആ പ്രഭാതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സന്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ആളോട് ഇദ്ദേഹം ചോദിച്ചു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കും. പോയെന്ന് പറഞ്ഞു, പോയിട്ടുണ്ടാകും. ആകാശ ലോകത്ത് പോയെന്ന് പറഞ്ഞു, കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കും. അപ്പൊ അത്രയും സത്യസന്ധനാണ് എന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു അതിനെ സത്യപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ആനുഷംഗികമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരം പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. മനസ്സിൽ നിൽക്കുന്ന വാക്കുകൾ ഓർമ്മിച്ച് വെക്കുക. വേറെ സംശയങ്ങളൊന്നും വരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റ് കാരണമായി ഞങ്ങളെ നീ പിടികൂടല്ലേ തമ്പുരാനെ. ഒരു സമൂഹം ഒന്നടങ്കം തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായവരെയും ആ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. പടച്ചോനെ, ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ പെടുത്തരുത് തമ്പുരാനെ. ഞങ്ങൾക്ക് ഒഴികഴിവായി ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രബോധന ദൗത്യം ഞങ്ങൾക്ക് നിർവഹിക്കാൻ, തെറ്റ് ചെയ്യുന്നവരെ തിരുത്താനുള്ള സന്ദർഭം നീ ഉണ്ടാക്കി തരികയും ഞങ്ങൾ ആ തെറ്റ് തിരുത്താനുള്ള ഒരു വാക്കെങ്കിലും ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും എന്ന് പറഞ്ഞല്ലോ. ലിമ തഅ്ലൂന ഖൗമനില്ലാഹു മുഹ്ലിക്കുഹും. അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹത്തെ നിങ്ങൾ എന്തിനു ഉപദേശിക്കാൻ പോണ് എന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഒഴികഴിവ് പറയാൻ വേണ്ടിയാണ്, ഞങ്ങൾ പ്രബോധന ദൗത്യം നിർവഹിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും ഞങ്ങൾ നിർവഹിക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കുകയും ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും ശിക്ഷിക്കപ്പെടാതിരിക്കണമേ തമ്പുരാനെ. ഞാൻ പറയാൻ കാരണം സമൂഹം ഒന്നടങ്കം പകർച്ചവ്യാധിയുടെ പിടുത്തത്തിലാണ്. നമുക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നമുക്കും സൂപ്പർ മാർക്കറ്റിൽ പോകാൻ കഴിയുന്നില്ല, നമുക്കും എല്ലാ പ്രതിബന്ധങ്ങളോട് കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതേസമയം ലോകം എല്ലാ നിലയ്ക്കുമുള്ള ധാർമ്മികമായ അധപ്പതനത്തിന്റെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠിച്ച പെൺകുട്ടിയും അതേപോലെ പീഡനത്തിനിരയായ പെൺകുട്ടിയും അതേപോലെ ആ പീഡനത്തിനിരയായ അങ്ങനെ അത്രയും മോശമായ അവസ്ഥ ഉണ്ടായിട്ട് പോലും അതിൻ്റെ മൃതദേഹം പോലും കാണാൻ കാത്തിരുന്ന മാതാപിതാക്കളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ നിയമപാലകർ സൗമനസ്യം കാണിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിൽ എവിടെയാണ് നമുക്ക് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും സ്ഥാനം എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ഒരവസ്ഥയിൽ സമൂഹം അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഏതെങ്കിലും നിലയ്ക്ക് ഉപദേശിച്ചുകൊണ്ട് നമ്മളെ രക്ഷപ്പെടാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ നീതിമാന്മാരായ ഭരണാധികാരികളെ, സത്യവും ധർമ്മവും ന്യായവും അനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. നമ്മുടെ സിസ്റ്റം ക്ലോസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ബാറ്ററി ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ചാർജർ. അതുകൊണ്ട് ഇവിടെ ഒരു സംശയമുണ്ട്, വന്നിട്ടുണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് പിന്നീട് മറുപടി പറയുന്നതായിരിക്കും. സിസ്റ്റം ക്ലോസ് ചെയ്യാണ്.